ും മണിപ്പൂരിലെ പാവപ്പെട്ടവരെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സംഘടനകൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയാലും ഇന്ത്യ രാജ്യത്ത് ഇന്നലകളിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിച്ചമർത്തിയ പഞ്ചാബിലെ തീവ്രവാദം, സിഖ് രാഷ്ട്രം എന്ന തീവ്രവാദം, ആ തീവ്രവാദം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും അതൊക്കെ രാജ്യത്തെ അധികാരം എങ്ങനെ പിടിക്കാം, അവർക്കൊക്കെ പിന്തുണ നൽകിക്കൊണ്ട് ഈ രാജ്യത്ത് അധികാരം എങ്ങനെ പിടിക്കാം എന്നതിനെക്കുറിച്ച് ബോധപൂർവമായ പിന്തുണ നൽകി മുന്നോട്ടു പോകുന്ന ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ മനുഷ്യനെ കൊന്നൊടുക്കുന്ന സംഘടനകളുമായി ധാരണയിലെത്തുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാനും നിങ്ങളും കാണുകയാണ്. രാജ്യം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യമെല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ലോകം അംഗീകരിച്ച ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ സംവിധാനത്തിൽ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം ഇന്ത്യ പോലുള്ള രാജ്യത്ത് എല്ലാം ഗവൺമെന്റിന്റെ രീതിയിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടാറ്റയും ബിർളയും ഈ രാജ്യത്ത് വന്നത് കോടിക്കണക്കിനായ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങളുമായിട്ടാണ്. അവരെല്ലാം ഈ രാജ്യത്ത് ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ മുതലാളിത്ത സംസ്കാരം കൊണ്ടുവരുന്നുവെന്ന് വ്യാപകമായി പ്രചരണം നടത്തി മുന്നോട്ട് പോയപ്പോഴും ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ടാറ്റയെയും ബിർളയെയും അടക്കമുള്ള ഈ രാജ്യത്തെ മുതലാളിമാരെ നിയന്ത്രിച്ചു കൊണ്ടുവരുവാൻ ഒരു ഗവൺമെന്റ് ഈ നാടിലുണ്ടായിരുന്നു എന്നത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഭാഗമായി ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ, ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന മുഴുവൻ ക്ഷേമ പ്രവർത്തനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഭാഗ്യം ലഭിച്ചത് കോൺഗ്രസിന്റെ ഭരണകാലത്തായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ വൈകിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. രാജ്യം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലെ സബ്സിഡി സംവിധാനങ്ങളെല്ലാം എടുത്തുമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി വന്നപ്പോൾ ഈ രാജ്യത്ത് എല്ലാം സൗജന്യമായി നൽകുന്ന പദ്ധതികൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോ 350 രൂപ പ്രിയങ്കരനായ മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വാങ്ങിയിരുന്ന ഗ്യാസ് സിലിണ്ടർ, ആ ഗ്യാസ് സിലിണ്ടറിന് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് 50% സബ്സിഡി കൊടുത്ത് 350 കൂടി കൂട്ടി 700 രൂപ വില വരുന്ന ഗ്യാസ് സിലിണ്ടറിന് ഈ നാട്ടിലെ ഓരോ പൗരനും 350 രൂപ കൊടുത്താൽ മതിയായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് 1200 നിന്ന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറച്ചു കൊണ്ടുവന്ന് 900-ലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു നയാ പൈസയുടെ സബ്സിഡി നമ്മുടെ നാട്ടിലില്ല. ബാങ്ക് വായ്പകൾ, ഈ നാട്ടിലെ കർഷകന് ആവശ്യമായ സഹായങ്ങൾ നൽകിയിരുന്നത് കാർഷിക വായ്പകളിലൂടെയായിരുന്നു. ആ കാർഷിക വായ്പകൾ അനുഭവിച്ചു പോകുന്ന, അത് ഗുണകരമായി ഭവിച്ചിട്ടുള്ള കർഷകന്മാർ അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി നടത്താൻ സൗകര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്തും വളവും നമ്മൾ സൗജന്യമായി കൊടുത്തു, വൈദ്യുതി സൗജന്യമായി കൊടുത്തു, വെള്ളം സൗജന്യമായി കൊടുത്തു. അങ്ങനെ കർഷകന് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തപ്പോ നമ്മുടെ നാട്ട് ഭക്ഷ്യോൽപാദന മേഖലയിൽ ലോകത്തിനോട് തന്നെ കടപിടിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറി എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മറന്നുകൂടാ. ഇന്ന് ആ കർഷകർ സമരത്തിലാണ്. അവർക്ക് ആവശ്യമായ ന്യായമായ വില ലഭിക്കുന്നില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിൽക്കുമ്പോൾ വില ലഭിക്കാതെ പോകുമ്പോഴും നമ്മുടെ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, പൊതുവിപണിയിൽ 1 കിലോ അരിയുടെ വില 60 രൂപയായി മാറിയിരിക്കുന്നു. ആ 60 രൂപയായി മാറുമ്പോൾ വില പിടിച്ചു നിർത്താൻ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. റേഷൻ സബ്സിഡികൾ എടുത്തു മാറ്റി. റേഷൻ കടകളിലൂടെ വരുന്നില്ല. ടാറ്റയെയും ബിർളയെയും നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നെങ്കിൽ അംബാനിയും അദാനിയും ഈ രാജ്യത്തെ ഭൂഭൂരിപക്ഷം വരുന്ന കർഷകരുടെ കൃഷിനിലങ്ങൾ പാട്ടത്തിനെടുത്തിരിക്കുന്നു. ആ പാട്ടത്തിനെടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഴപ്പങ്ങൾ കഴിഞ്ഞ വർഷം കർഷക മേഖലയിൽ ഞാനും നിങ്ങളും കണ്ടു. ആ പാട്ടത്തിനെടുത്ത് അവർ നടത്തുന്ന കൃഷിഭൂമിയിൽ അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് അവർ തന്നെ വില നിശ്ചയിക്കുന്നു. ആ വില നിശ്ചയിച്ചതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഭക്ഷ്യോൽപാദന മേഖലയിൽ വില വർധനവ് എനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടുമ്പോ BJP-കാരൻ പാർട്ടി ആഫീസിൽ നിന്ന് 29 രൂപയ്ക്ക് അരി വിതരണം ചെയ്യുന്ന സംവിധാനം ഞാനും നിങ്ങൾ കാണുകയാണ്. മോദിയുടെ അരി എന്ന പേരിലാണ് കൊടുക്കുന്നത്. 1 രൂപയ്ക്ക് അരി കൊടുത്തതാണ് കോൺഗ്രസ്. ഈ രാജ്യം ഭരിക്കുമ്പോൾ സൗജന്യമായി അരി കൊടുത്തതാണ് കോൺഗ്രസ്. 1 രൂപ വാങ്ങി ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് അരി കൊടുക്കുമ്പോൾ ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് ആ 1 രൂപ പോലും എടുത്തു മാറ്റി ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് 1 രൂപയ്ക്ക് അരി കൊടുക്കുക, സൗജന്യമായി അരി കൊടുക്കാൻ തീരുമാനമെടുത്തിരുന്നു. നമ്മളെല്ലാം ഗുണഭോക്താക്കളാണ്.
ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും അരി കൊടുക്കുമ്പോൾ അതിന് മുകളിലുള്ളവർക്ക് 12 രൂപയ്ക്ക് നമ്മൾ അരി വാങ്ങിയപ്പോഴും ഇന്ത്യ രാജ്യത്ത് സബ്സിഡി നമ്മൾ അനുഭവിച്ചിരുന്നു. പൊതുവിപണിയിൽ 29 രൂപ വില വരുമ്പോഴും ഇന്ന് ഈ രാജ്യത്തെ അംബാനിയും അദാനിയും കാർഷിക മേഖലയെ പൂർണ്ണമായും കൈയടക്കി വെച്ചപ്പോ അവർ നിശ്ചയിക്കുകയാണ് 1 കിലോ അരിക്ക് 60 രൂപ. ആ 60 രൂപ കൊടുത്ത് അരി വാങ്ങാൻ കഴിയാത്ത ജനങ്ങളുടെ ഇടയിലേക്ക്, റേഷൻ അരി കിട്ടാത്ത ജനങ്ങളുടെ ഇടയിലേക്ക് BJP ആഫീസിൽ നിന്ന് എങ്ങനെ 29 രൂപയ്ക്ക് അരി കിട്ടുന്നു? ആ 29 രൂപയ്ക്കുള്ള അരിയാണ് അംബാനിയുടെ പ്രത്യുപകാരം, അദാനിയുടെ പ്രത്യുപകാരം. ഈ നാട്ടിൽ കോടിക്കണക്കിന് രൂപ എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില നിർണ്ണയിക്കാൻ അവകാശമുള്ള ഈ രാജ്യത്തെ കുത്തക മുതലാളിമാരെ സംരക്ഷിച്ചു നിർത്തുന്ന, അവരിലൊരു നിയന്ത്രണവും ഏർപ്പെടുത്താത്ത, പെട്രോളിന്റെയും ഡീസലിന്റെയും വില നിശ്ചയിക്കാൻ അധികാരമുള്ള ഈ രാജ്യത്തെ മുതലാളിമാരെ സംരക്ഷിച്ചു നിർത്തുന്ന സംവിധാനത്തിൽ കോടിക്കണക്കിന് രൂപ അഴിമതിയിലൂടെ, തട്ടിപ്പിലൂടെ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ BJPക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ BJPയെ രക്ഷിക്കാൻ വേണ്ടി അംബാനിയും അദാനിയും 29 രൂപയ്ക്ക് BJPക്ക് അരി കൊടുക്കുകയാണ്, ഗവൺമെന്റിനല്ല. ആ അരി വിതരണം ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുകളിലൂടെയല്ല. ഇന്നലകളിൽ ഈ രാജ്യത്തെ വളർത്തി ഉയർത്തി വലുതാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു നയാ പൈസയുടെ അരി പോലും സൗജന്യമായി കോൺഗ്രസ് പാർട്ടി ആഫീസിൽ വെച്ച് കൊടുത്തിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന പൊതുവിതരണ സംവിധാനത്തിലൂടെ, റേഷൻ കടകളിലൂടെ, ന്യായവില ഷാപ്പുകളിലൂടെ ഞാനും നിങ്ങളും എല്ലാവർക്കും കിട്ടുന്ന അരി വാങ്ങിയെങ്കിൽ 29 രൂപയ്ക്ക് അദാനിയുടെ അരി വാങ്ങി നരേന്ദ്രമോദിയും ആളുകളും വിറ്റിട്ട് പറയുന്നു ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നാണ്. ഈ നാട്ടിൽ ഓരോ വിഷയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പറയാം, എല്ലാത്തിനും വില കുതിച്ചേറി മുന്നോട്ട് പോവുകയാണ്. എല്ലാം നിയന്ത്രിക്കുന്നത് വലിയ രീതിയിലുള്ള കുത്തക മുതലാളിമാരായി മാറുമ്പോഴും അതിനെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കാൻ ഈ രാജ്യത്ത് കോൺഗ്രസ് അടക്കമുള്ള, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരല്ലാതെ മറ്റാരെയും നമ്മൾ കാണുന്നില്ല. അവരാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വന്ന് കോൺഗ്രസ് മുക്ത ഭാരതം അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നത്. നമ്മൾ വല്ലാത്ത പ്രയാസത്തിൽ തന്നെയാണ്. കാരണം നമ്മളെ ദ്വിമുഖ, 2 ഭാഗത്തുള്ള അക്രമങ്ങൾ നമുക്ക് നടത്തുന്നു. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭവും അതുപോലെ തന്നെ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പാർട്ടി നേതാക്കന്മാരെ ED ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. കോൺഗ്രസ് അല്ലാത്ത, BJP അല്ലാത്ത, BJPയോട് സന്ധി ചെയ്യാത്ത നേതാക്കന്മാരുടെ വീടുകളിൽ എപ്പോഴും അറസ്റ്റ് നാടകങ്ങളും പരിശോധനയും നടത്തിക്കൊണ്ട് അവരെ മാനസികമായി തകർത്ത് പൊതുജന മധ്യത്തിൽ കരിവാരിത്തേച്ച് നമ്മുടെ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുകയാണ്. അതിനിടയിലാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. കേരളത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസ് മുക്ത ഭാരതം, UDF മുക്ത ഭാരതം എന്ന് നരേന്ദ്രമോദി അവിടെ വെച്ച് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ ഭരണാധികാരികൾ അവരും പ്രഖ്യാപിക്കുന്നത് UDF മുക്ത കേരളം എന്നാണ്. ആ UDF മുക്ത കേരളം എന്ന് അവർ രണ്ടുപേരും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പരസ്പരം സന്ധി ചെയ്യുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, 2-3 ദിവസങ്ങളിലായി RSSന്റെയും CPMന്റെയും നേതാക്കന്മാർ തമ്മിലുണ്ടാക്കിയ രഹസ്യധാരണ, ആ രഹസ്യധാരണ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ഈ നാടിലെ കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ അതിന്റെ ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ കടന്നു പോകുന്നില്ല. നേതാക്കന്മാരെല്ലാം വരികയാണ്. ഒരു രഹസ്യധാരണയുണ്ടായിരുന്നു, അത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ നേമം തെരഞ്ഞെടുപ്പിൽ RSSനും BJPക്കും കിട്ടിയിരുന്ന ഏക സീറ്റ്, ആ ഏക സീറ്റ് നഷ്ടപ്പെടുത്താൻ കാരണക്കാരനായ മുരളീധരനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിലെ RSSന്റെ വ്യക്തമായ ഒരു തീരുമാനമാണ്. ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ വേദിയിലേക്ക് കടന്നു വരുന്നു. KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയന്ത് വേദിയിലേക്ക് കടന്നു വരുന്നു. അവരെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നേമത്ത് മത്സരിച്ചിരുന്ന പ്രിയങ്കരനായ മുരളീധരൻ, നമുക്കെല്ലാവർക്കും അറിയാം, BJPക്ക് കിട്ടിയിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് പരാജയപ്പെടുത്താൻ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉപയോഗിച്ചുവെങ്കിൽ ആരാണ് BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നത് എന്ന് നമ്മൾ അറിയണം. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാവരുതെന്നും കേരളത്തിൽ UDF ഉണ്ടാവരുതെന്നും BJPക്കാരനും CPMകാരനും ഒന്നിച്ചാഗ്രഹിച്ചപ്പോഴാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിന്ന് BJPക്ക് ഒരു സീറ്റ് പോലും കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നേമം തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ട മുരളീധരൻ മത്സരിച്ച് BJPയുടെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയത്. അതിന്റെ പ്രതികാരം തീർക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ അമ്മയുമായി ധാരണയുണ്ടാക്കി
വടകരയിൽ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ തീരുമാനമെടുത്ത് RSSന്റെ ഉന്നതരായ നേതാക്കൾ CPMന്റെ നേതാക്കന്മാരുമായി രഹസ്യധാരണയുണ്ടാക്കി ഒരു സീറ്റ് BJPക്ക് കൊടുത്താലും തൃശ്ശൂരിൽ കൊടുത്താലും കുഴപ്പമില്ല, മുരളീധരൻ പരാജയപ്പെടണം, മുരളീധരനെ പരാജയപ്പെടുത്തി ടീച്ചറമ്മയെ ജയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള അവർ തമ്മിലുള്ള ധാരണ വെളിച്ചത്ത് കൊണ്ടുവന്ന് ആ ധാരണയെ തച്ചു തകർക്കാൻ കേരളത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായതിൽ നേതാക്കന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നമ്മൾ ആവേശത്തിലാണ്. വടകര അങ്ങനെ ശൈലജ ടീച്ചർ കൊണ്ടുപോകുമെന്ന് വിശ്വസിച്ച് RSSകാരന്റെ വോട്ട് വാങ്ങി വടകര കൊണ്ടുപോകാനും തൃശ്ശൂരിൽ CPMകാരന്റെ വോട്ട് വാങ്ങി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനും ഉണ്ടാക്കിയിരുന്ന തന്ത്രം രണ്ടും പൊളിഞ്ഞ് പാളീസായിരിക്കുന്നു എന്ന ആവേശകരമായ ചിത്രമാണ് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മുടെ മുമ്പിലുള്ളത്. ഇത് നമ്മളെ ആവേശഭരിതരാക്കുന്നു. RSSകാരനും CPMകാരനും കോൺഗ്രസിനെയും UDFനെയും തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തി മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ആവേശത്തിലാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ 20 സീറ്റിലും ആർക്കും സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും ഇറക്കിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പടനായകൻ, കണ്ണൂരിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ K. സുധാകരൻ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം വേദിയിലേക്ക് വരും. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. ജില്ലയിലുടനീളം വ്യാപകമായ ആവേശകരമായ സ്വീകരണമാണ് കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. K. സുധാകരനെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ചടങ്ങ്, നമ്മുടെ കൺവെൻഷൻ ഇവിടെ ഔപചാരികമായി ആരംഭിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ ഏറെ ബഹുമാനനായ മുൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിക്കഴിഞ്ഞു. മറ്റ് നേതാക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ PK ഫിറോസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ശക്തമായ പോരാട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൽ മരണ പോരാട്ടമാണ്. ഈ രാജ്യം തന്നെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ സംജാതമായിരിക്കുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി ഇവിടെ ചന്ദ്രൻ സൂചിപ്പിച്ചു, നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം ഓരോ വർഷം കഴിയുന്നോറും ഈ രാജ്യത്തിന്റെ എല്ലാ രംഗത്തും സമസ്ത മേഖലകളിലും ഈ രാജ്യത്ത് പരാജയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ഒടുവിൽ ഇന്ന് നമുക്കറിയാം, സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുകയാണ്. ബോണ്ടുമായി ബന്ധപ്പെട്ട് ഒരു വിധി വന്നിരിക്കുന്നു. സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞ SBIയോട് പറഞ്ഞപ്പോൾ SBI ജൂൺ മാസം വരെയാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, ജൂൺ മാസം വരെ എന്തിനാണ്? SBI പോലെ ഇത്രമാത്രം എല്ലാ രംഗത്തും സമ്പുഷ്ടമായ എല്ലാ ആധുനിക വിധികളുമുള്ള SBI എന്ന് പറയുന്ന ഒരു ബാങ്ക് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത്? നിങ്ങൾ മനസ്സിലാക്കണം. കോടതി പറഞ്ഞു, കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോഴും നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജൂൺ മാസം വരെ ഇത് സമയം ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SBI സെൻട്രൽ ഗവൺമെന്റ് കീശയിലായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും ഇന്ന് നരേന്ദ്രമോദിയുടെ കീശയിലായിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും സത്യസന്ധമായി ഉരുവിട്ടാൽ അവർക്കെതിരെ ED അന്വേഷണം പോവുകയാണ്.
ഈ തന്റെ തറവാട്ട് സ്വത്ത് പോലെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തൊരു ജനാധിപത്യമുണ്ട്, ഈ രാജ്യത്തൊരു മതേതരത്വമുണ്ട്. ആ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിച്ചു കൊണ്ടുവന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നിലനിർത്തേണ്ട ഈ രാജ്യത്തിന്റെ ആവശ്യമാണ്. കോൺഗ്രസിന്റെ മാത്രം ആവശ്യമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മാത്രം ആവശ്യമില്ല, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മുടെ നേതാക്കന്മാർ, ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ രാജ്യത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശത്തിന്റെയും കാഹളം മുഴക്കിക്കൊണ്ട് ഭാരത് ജോഡോ യാത്രയടക്കമുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കണം, ഈ രാജ്യത്തെ നിലനിർത്തണം, ഈ രാജ്യത്തിന്റെ പൈതൃകം വീണ്ടെടുക്കണം. അതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെയുള്ളത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമുക്കറിയാം, നമ്മളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ മായാതെ മറയാതെ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയ താരം, നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി KPCCയുടെ പ്രസിഡന്റ്, കണ്ണൂരിന്റെ പ്രിയങ്കരനായ MP കെ സുധാകരൻ അവർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദി ഗവൺമെന്റ് എന്താണോ അതിന്റെ മറുപുറമാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്ന് നമുക്കറിയാം. രണ്ടുപേരും ഒരേപോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന നരേന്ദ്രമോദിയും, അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്ന് പറയുന്ന പിണറായി വിജയനും രണ്ടുപേരും ഒരേ ലെവൽ മുന്നോട്ട് പോകുകയാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി ഈ രണ്ട് ഗവൺമെന്റുകളും മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് നാം ഏറ്റെടുത്ത് നടത്തേണ്ടിയിരിക്കുന്നത് എന്നുകൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അധികാരത്തിലെത്താൻ ഏത് ചെകുത്താനുമായി കൂട്ടുപിടിക്കാമെന്ന് പറഞ്ഞ EMS നമ്പൂതിരിപ്പാടിന്റെ തത്വമാണ് കേരളത്തിലെ CPM ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് അധികാരം നിലനിർത്താമെന്നാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി വിജയനും അതുപോലെ നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിൽക്കുന്ന ആ നിൽപ്പ് കണ്ടാൽ ഈ രാജ്യത്ത് മനസ്സിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ട് ശക്തികൾക്കെതിരുള്ള പോരാട്ടം, ആ പോരാട്ടം നാം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ശക്തമായ ഒരു മുന്നേറ്റം നമുക്ക് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും നടത്തേണ്ടതായിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാലം പ്രസിഡന്റുമായിരുന്ന ഏറെ ബഹുമാന്യനായ രമേശ് ചെന്നിത്തല അവർകളാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി, ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വേണ്ടി ഞാൻ ഹാർദമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഈ നാട്ടിലെ യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ഏറെ ബഹുമാന്യനായ PK ഫിറോസ് അവരുകളെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കല്ലായി അവരുകൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള നിയമസഭ മെമ്പർമാർ, MLAമാർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് സജി ജോസഫ് രണ്ടുപേരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയങ്കരനായ UDF ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട PT മാത്യു, AICC മെമ്പർ പ്രിയങ്കരനായ ശ്രീ VA നാരായണൻ, ഏറെ പ്രിയങ്കരനായ KPCCയുടെ ജനറൽ സെക്രട്ടറി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് K ജയന്ത്,
ശ്രീ PM നിയാസ്, കണ്ണൂർ ജില്ലയുടെ ചാർജ് വഹിക്കുന്ന പ്രിയപ്പെട്ട PM നിയാസ്, അതുപോലെ തന്നെ CMPയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ CA അജീർ, പ്രിയപ്പെട്ട ഇല്ലിക്കൽ അഗസ്തി, അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവ് അഡ്വക്കേറ്റ് KA ഫിലിപ്പ്, മുൻ MLA AD മുസ്തഫ സാഹിബ് ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാർ, സഹജൻ, JDUവിന്റെ പ്രിയപ്പെട്ട സഹജൻ, ഏറെ ബഹുമാനീയനായ കണ്ണൂരിന്റെ പ്രിയപ്പെട്ട മേയർ മുസ്ലിം മഠത്തിലൂടെയുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര, M. സതീഷ് കുമാർ, യൂസഫ് അലി മടവൂർ, V. രാഹുൽ, അഷ്റഫ് പുറവൂർ, ഡോക്ടർ KV ഫിലോമിന, ഏറെ പ്രിയങ്കരനായ VP വമ്പൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെ ക്ഷമിക്കണം, സമയത്തിന്റെ കുറവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവരും നേതാക്കന്മാരാണ്. ഒന്നിനോട് മെച്ചപ്പെട്ട ഈ പാർട്ടിയുടെ സമ്പുഷ്ടമാണ് ഈ പാർട്ടി. ഈ UDF സംവിധാനം ഒരു സമ്പുഷ്ടമായ നേതാക്കന്മാരും അതുപോലെ പ്രവർത്തകരും എല്ലാവരെയും കൊണ്ട് സമ്പുഷ്ടമായ ഒരു പ്രസ്ഥാനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി. അതിന്റെ എല്ലാ നേതാക്കന്മാരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മീഡിയാസ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകർ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സ്വീകരിക്കുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റും കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയുമായ ശ്രീ K. സുധാകരൻ അവർകളെ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന മുൻ പ്രതിപക്ഷ നേതാവും നമുക്കൊക്കെ പ്രിയങ്കരനുമായ ശ്രീ രമേശ് ചെന്നിത്തല അവർകളെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആദരണീയനായ അബ്ദുറഹ്മാൻ കല്ലായി സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്, ആദരണീയരായ നിയമസഭാ സാമാജികർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PT മാത്യു, DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, മറ്റ് വേദിയിലെ സമാദരണീയരായ നേതാക്കൾ, CA അജീർ ഉൾപ്പെടെയുള്ള ഘടകകക്ഷിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കണ്ണൂർ പാർലമെന്റ് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് നമ്മളിവിടെ ഈ സായാഹ്നത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ ആരവം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണമോ എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ഇന്ത്യ എന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണം, ഈ രാജ്യത്തിന് നേടിത്തന്നിട്ടുള്ള അഭിവൃദ്ധി, പുരോഗതി, അതെല്ലാം തച്ച് തകർക്കുന്ന ഒരു ഭരണം ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുമ്പോൾ, 10 കൊല്ലക്കാലമായി ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷയായി ഈ രാജ്യത്തിന്റെ അഷ്ടദിക്കുകളിലും ഓടിയെത്തി ഈ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനോടൊപ്പമുള്ള കക്ഷികളും ഒക്കെ
കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദിയുടെ ദുഷിച്ച ഭരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായി രാജ്യത്ത് പുലർന്നുകൊണ്ടിരിക്കുന്ന വളരെ അഭിശപ്തമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഉയർത്തിയത് ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഗോപുരമായി നമ്മുടെ രാജ്യം മാറിയത് ക്രാന്തദർശികളായിട്ടുള്ള രാഷ്ട്രശില്പികൾ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഭരണഘടനയായിരുന്നു. ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലിഖിതമായിട്ടുള്ള ഭരണഘടന. ആ ഭരണഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യമാണ്, നമ്മുടെ മതേതരത്വമാണ്. ലോകത്തിന്റെ നെറുകയിൽ നമ്മളെ ഉയർത്തിയത് സമന്വയത്തിന്റെയും സമഭാവനയുടെയും സാഹോദര്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ ഈ സുന്ദരമായിട്ടുള്ള മൂല്യങ്ങളാണ്. എന്നാൽ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ നമ്മൾ കാണുന്നത് ആ ജനാധിപത്യം അതുപോലെ തന്നെ മതനിരപേക്ഷത ഒക്കെ തകർക്കാനും ഒരു ഭരണാധികാരിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നതിനു വേണ്ടിയുള്ള വളരെ കുടുസായിട്ടുള്ള ചിന്തയുടെ ഭാഗമായി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന കപട രാഷ്ട്രീയം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു രാജ്യം, ഒരു സംസ്കാരം, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ഭരണാധികാരി എന്ന ബിജെപിയുടെ ലക്ഷ്യത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പടിപടിയായിട്ടുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം അതൊരു മരീചിക പോലെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ തകിടം മറിക്കാൻ ഇന്ത്യയുടെ പാർലമെന്റിനെയും നിയമനിർമ്മാണ സഭയെയും ഒക്കെ നോക്കുകുത്തിയാക്കിയിട്ട് കഴിഞ്ഞ 10 കൊല്ലക്കാലമായി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തികൾ ഏത് ദിശയിലെത്തിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് അരുൺ ഗോയൽ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചിറങ്ങി പോകുന്നത് എന്ന് നമ്മൾ കാണണം. ജനാധിപത്യം ആ വിധത്തിൽ കൊല ചെയ്യപ്പെടാൻ ഇവിടെ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നരേന്ദ്രമോദി ഒരുക്കുകയാണ്. നമ്മൾ കണ്ടതാണ്. ലോക്സഭാ സമ്മേളനം നടന്ന സമയത്ത് 146 പാർലമെന്റ് അംഗങ്ങളെയാണ് ഏകപക്ഷീയമായിട്ട് നരേന്ദ്രമോദി പുറത്താക്കിയത്. 146 അംഗങ്ങളെ പുറത്താക്കിയപ്പോ പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ചാണ് 14 നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദി പാസാക്കിയെടുത്തത്. ആ 14 നിയമങ്ങളിൽ സുപ്രധാനമായിട്ടൊരു നിയമം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ്. അതെന്താണ്? അതിന്റെ ഏറ്റവും ബാക്കിപത്രമാണ് നമ്മളിപ്പോ കാണുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരെ കണ്ടെത്തുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന സമിതിയിൽ നമുക്കൊക്കെ നിഷ്പക്ഷനാകുന്നു എന്ന് കരുതുന്ന ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ആ കസേരയിൽ ഇരുന്നാൽ തന്റെ ഇംഗിതം നടക്കില്ല എന്ന ബോധ്യമുള്ള നരേന്ദ്രമോദി ചീഫ് ജസ്റ്റിസിനെ മാറ്റി കേന്ദ്ര ക്യാബിനറ്റിൽ ഉള്ള ഒരു മന്ത്രിയെ മറ്റ് 2 അംഗങ്ങളോടൊപ്പം തിരികെ കയറ്റിയിട്ട് ചീഫ് ജസ്റ്റിസ് ഇല്ലാത്ത ഒരു സെർച്ച് കമ്മിറ്റിയെ നിയോഗിക്കുന്നതോടുകൂടി തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഏത് തലത്തിലേക്ക് പോകും എന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചു പോയിരിക്കുന്നു. അയാൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പകരം കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി 15-ാം തീയതി യോഗം ചേരുമെന്നാണ് പറയുന്നത്. നരേന്ദ്രമോദി നിശ്ചയിക്കുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും രാജ്യത്തെ പ്രതിപക്ഷ നേതാവും ചേർന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുമ്പോ അതിൽ ആർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്നതിനെ കുറിച്ച് ഈ രാജ്യത്തെ കൊച്ചു കുട്ടിക്ക് പോലും അറിയാവുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പോലും ഏത് തലത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ജനാധിപത്യത്തെ ആ വിധത്തിൽ കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രതലവും നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായി ഒരുക്കിക്കൊണ്ടിരുന്നു. പിന്നെ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം എന്താണ്? അത് മതേതരത്വമാണ്. ഈ രാജ്യത്തെ നാനാജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് നിൽക്കുകയും ജാതിയും മതവും മറ്റ് സാമുദായികതയും ഒന്നുമില്ലാതെ ഇന്ത്യക്കാരനാണ് എന്നതിൽ അഭിമാനിക്കുകയും ഞാനൊരു മതേതരവാദിയാണ് എന്ന് ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരു പൗരന്റെ മുമ്പിൽ
രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ സത്യമായിട്ടുള്ള മതേതരം എന്ന വാക്ക് പോലും ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോ ജനപ്രതിനിധികൾക്ക് നൽകിയിട്ടുള്ള ഭരണഘടനയിൽ നമ്മൾ ആദ്യമായിട്ട് മതേതരത്വം എന്ന വാക്ക് ഇല്ലാതെ കാണുന്നു. ഈ കഴിഞ്ഞ 75ാം റിപ്പബ്ലിക് ദിനം ഇന്ത്യ രാജ്യം ആഘോഷിച്ചപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ദി ഒറിജിനൽ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന മുഖവരിയോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയിലും മതേതരത്വം എന്ന് പറയുന്ന വാക്കില്ലാതെ നരേന്ദ്രമോദി അതും ആ തലത്തിൽ നിരാകരിച്ചിരിക്കുന്നു. അപ്പോ ഈ രാജ്യത്തിന്റെ ആത്മശക്തിയായി നമ്മൾ കരുതി പോകുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾ നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടെടുക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് നമ്മുടെ മുമ്പാകെയുള്ളത്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 167ാം തലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം. രാഹുൽ ഗാന്ധി എല്ലാ കാലത്തും പറയുന്നത് പോലെ 4 ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അംബാനിയും അഡാനിയും മോഡിയും അതുപോലെ തന്നെ ലളിത് മോഡിയും ഉൾപ്പെടെയുള്ള ആളുകൾ. അവർക്ക് വേണ്ടി ഈ രാജ്യത്തെ തീരെഴുതി കൊടുത്തിട്ട് രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തകർത്തിട്ട് ഈ രാജ്യത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാൻ ഇന്ത്യ മുന്നണിക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കരുത്തു പകരുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ ബാധ്യതയുള്ള കക്ഷികൾ, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന് ഊറ്റം കൊള്ളുന്ന കക്ഷികൾ, അവർ പോലും ഈ കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറയുമ്പോൾ അതിന്റെ പൊള്ളത്തരത്തെ മനസ്സിലാക്കിയിട്ട് ഒരു തരം അവിഹിതമായിട്ടുള്ള ബാന്ധവും ഒരു അവിഹിതമായിട്ടുള്ള അന്തർധാരയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ആ 2 ശക്തികളെയും അധികാരത്തിൽ നിന്ന് വരാനിരിക്കുന്ന നാളുകളിൽ തൂറ്ററിയുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുമ്പോ ഞാനും നിങ്ങളും ഈ രാജ്യത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ, പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ തങ്ങളുടെ എല്ലാവിധത്തിലുള്ള ചിന്തകളും എല്ലാവിധത്തിലുള്ള ബോധ്യങ്ങളും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ അവരോധിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഭാഗഭാക്കുകാകുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വളരെ കർമ്മനിരതരായിട്ട് UDF-ന്റെ പ്രവർത്തകന്മാർ ഇറങ്ങണം. അതിനുവേണ്ടിയുള്ള കേടുകെട്ടലാണ് കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. നമുക്ക് പ്രിയങ്കരനായിട്ടുള്ള, കണ്ണൂരിന്റെ അഭിമാനമായിട്ടുള്ള, നമുക്കൊക്കെ എല്ലാ കാലത്തും ആശ്രയിക്കാൻ കഴിയുന്ന, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ബഹുമാന്യനായിട്ട് KPCC പ്രസിഡന്റിനെ തന്നെ കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ബഹുമാനപ്പെട്ട AICC നിയോഗിച്ചു എന്നുള്ളത് കണ്ണൂരുകാരായിട്ടുള്ള എനിക്കും നിങ്ങൾക്കും നൽകിയിട്ടുള്ള അംഗീകാരമായി നമ്മൾ കാണുകയാണ്. ആ AICC-യെയും അതിന് നേതൃത്വം നൽകുന്ന സാരഥികളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക കൂടി ചെയ്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വളരെ പ്രൗഢമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി വരാനിരിക്കുന്ന നാളുകളിൽ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ്, ആദരണീയനായ മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവർകളോട് ബഹുമാന പുരസ്സരം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് UDF. യോഗത്തിന്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് ശ്രീ അബ്ദുൽ കരീം ചേലാരി, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ നേതാവും KPCC-യുടെ പ്രസിഡന്റുമായ ശ്രീ K. സുധാകരൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, UDF ജില്ലാ ചെയർമാൻ ശ്രീ PT മാത്യു, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബ്ദുൾ റഹ്മാൻ കല്ലായി, KPCC-യുടെ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശ്രീ K. ജയന്ത്, സോണി സെബാസ്റ്റ്യൻ,
പ്രിയപ്പെട്ട ശ്രീ PM നിയാസ്, പ്രിയങ്കരനായ കേരള കോൺഗ്രസ് നേതാവ് KA ഫിലിപ്പ്, AICC അംഗവും മുൻ KPCC ജനറൽ സെക്രട്ടറിയുമായ ശ്രീ VA നാരായണൻ, മുൻ MLA ശ്രീ AD മുസ്തഫ, MLA മാരായ ശ്രീ സണ്ണി ജോസഫ്, ശ്രീ സജീവ് ജോസഫ്, RSP നേതാവ് ശ്രീ ഇല്ലിക്കൽ അഗസ്തി, പ്രിയങ്കരനായ ശ്രീ ചന്ദ്രൻ തില്ലങ്കേരി, JDU നേതാവ് സഹജൻ, പ്രിയപ്പെട്ട നമ്മുടെ കണ്ണൂർ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ, പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ചുറുചുറുക്കുള്ള നേതാവ്, നമ്മുടെ എല്ലാവരുടെയും കൊച്ചനിയനായ ശ്രീ PK ഫിറോസ്, മുൻ മേയർ ശ്രീ മോഹൻ, CMB-യുടെ നേതാവ് ശ്രീ CA അജീർ, JSS നേതാവ് ശ്രീ സതീഷ് കുമാർ, ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രതിനിധി രാഹുൽ, യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ, അഷ്റഫ് ഉറവൂർ INL, ഈ വേദിയിലുള്ള ശ്രീ വമ്പൻ, ഡെപ്യൂട്ടി മേയർ ഇന്ദിര അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ കൺവെൻഷൻ ഒരു ചരിത്ര സംഭവമായി മാറുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ KPCC പ്രസിഡന്റാണ് കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ശ്രീ K സുധാകരൻ 4ാമത്തെ തവണയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം ആദ്യമായി പാർലമെന്റിൽ പോകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച ഒരാള് ഞാനായിരുന്നു. വളരെ മടിയോടുകൂടിയാണ് ഞാൻ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്നു. അന്ന് വളരെ നിർബന്ധപൂർവമായ എന്റെയും ദിവംഗതനായ മുസ്ലിം ലീഗ് നേതാവ് നമ്മുടെ മൗലവി സാഹിബ്, ഈ മൗലവി സാഹിബും വമ്പനും ഇവിടുന്ന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധി സംഘം തന്നെ എന്നെ അന്ന് തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ വന്ന് കണ്ട് എന്നോട് ആവശ്യപ്പെട്ടത് K സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി, ബാക്കി ഞങ്ങൾ ജയിപ്പിച്ചുകൊള്ളാം എന്നാണ്. പാർലമെന്റിൽ പോകാൻ ആഗ്രഹിക്കാത്ത K സുധാകരൻ അങ്ങനെയാണ് വലിയ ഭൂരിപക്ഷത്തോടെ, ഞാൻ ഇന്ന് ഓർക്കുന്നു, 50,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഒരു ചരിത്ര വിജയം നേടി അന്ന് പാർലമെന്റിലേക്ക് പോയത്. കണ്ണൂരിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന നേതാവാണ് ശ്രീ K സുധാകരൻ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർക്കും എന്നും ആവേശമായി പ്രത്യാശയായി നിലകൊണ്ടിട്ടുള്ള, രാഷ്ട്രീയ രംഗത്ത് എതിരാളികളുമായി സന്ധി ചെയ്യാത്ത രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ K സുധാകരനെ അതുകൊണ്ടാണ് ജനങ്ങൾ തോളിലേറ്റുകയും ഹൃദയത്തിലേറ്റുകയും ചെയ്യുന്നത്. ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഈ നാടിന്റെ ആവശ്യങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയുടെ വെല്ലുവിളി തന്നെയാണ്. ശ്രീ മാർട്ടിനും അബ്ദുൽ കരീം ചേലാരി ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ
രാജ്യവും ജനങ്ങളും കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ പിന്നെ തെരഞ്ഞെടുപ്പുണ്ടാകുമോ എന്ന് കണ്ടറിയണം. വീണ്ടും ഒരിക്കൽ കൂടി ബിജെപിയുടെ ഭരണം അധികാരത്തിൽ വന്നാൽ മഹാനായ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഭരണഘടന ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ തകർക്കപ്പെടുന്നു. ജനാധിപത്യം കുരുതി കൊടുക്കപ്പെടുന്നു. പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളെയും പിച്ചു ചീന്തുന്നു. ഏകാധിപത്യം അതിന്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്. ഈ 10 വർഷത്തിനിടയിൽ എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത്? ഇപ്പൊ നമ്മൾ ടെലിവിഷൻ എടുത്തു നോക്കിയാൽ മോഡിയുടെ ഗ്യാരണ്ടിയാണ് പറയുന്നത്. എല്ലാ ചാനലുകളും പത്രങ്ങളും പ്രാദേശിക പത്രങ്ങളും ചാനലുകളും എല്ലായിടത്തും മോഡിയുടെ ഗ്യാരണ്ടിയെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ പണം, നമ്മൾ നികുതി അടയ്ക്കുന്ന പണം, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി രാജ്യത്ത് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാര വേലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രചാര വേലകൾ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ 5 വർഷം പൂർത്തിയാക്കി വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ട കാലഘട്ടത്തെ പറ്റിയാണ്. അന്ന് വാജ്പേയി പറഞ്ഞു, ഇന്ന് മോഡിയുടെ ഗ്യാരണ്ടി ആണെങ്കിൽ അന്ന് വാജ്പേയി പറഞ്ഞു, ഇന്ത്യ ഷൈനിങ്, ഇന്ത്യ തിളങ്ങുന്നു, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് വീണ്ടും വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ള വലിയ പ്രചരണ കോലാഹലമാണ് വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബിജെപി നടത്തിയത്. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ബിജെപി അധികാരത്തിൽ നിന്ന് മാറ്റി, വാജ്പേയിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ചരിത്ര മുഹൂർത്തത്തെ പറ്റി നമ്മൾ ഓർക്കണം. അതേ സാഹചര്യമാണ് ഇന്ത്യയിൽ ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. മോഡി പറയുന്നു 400 സീറ്റ്. എന്തെല്ലാം പ്രചരണപരമായ പൊള്ളത്തരങ്ങളാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. ആളുകളെ പ്രചരണം കൊണ്ട് ഇതാ മോഡി ഗവൺമെന്റ് വീണ്ടും വന്നു, 3ാം മോഡി ഗവൺമെന്റ് വരുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തുന്നു. കഴിഞ്ഞ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 35% വോട്ട് കൊണ്ടാണ്. കോൺഗ്രസിന്റെ ലക്ഷ്യം 35% കഴിഞ്ഞുള്ള ബാക്കി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. 35 രാഷ്ട്രീയ പാർട്ടികളെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് BJP ഇതര പ്രതിപക്ഷ കക്ഷികളുടെ ദേശീയ മതേതര ഐക്യം രൂപപ്പെടുത്തിയെടുക്കാനാണ് ഇന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതാണ് ഇന്ത്യ അലയൻസ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള പാർട്ടികളായതുകൊണ്ട് ചില ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇന്ന് ദേശീയ തലത്തിൽ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി വരുമ്പോൾ എല്ലാ കക്ഷികളും ഒരേ രീതിയിൽ അണിനിരക്കുകയാണ്. ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവുമായി യോജിപ്പിലെത്തിയിരിക്കുന്നു. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയുമായി സീറ്റ് ഷെയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, അത് പൂർത്തിയാവുന്നു.
DMK-യുമായിട്ടുള്ള അലയൻസ് പൂർത്തിയാകുന്നു. കർണാടകത്തിലും തെലങ്കാനയിലും അതിന്റെ ആവശ്യമില്ല. കേരളത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. മഹാരാഷ്ട്രയിൽ എനിക്ക് ചാർജുള്ള സ്റ്റേറ്റാണ്. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള 48 MP-മാരുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി എന്നാണ് അതിന്റെ പേര്, മുന്നണിയുടെ പേര്. അവിടെ NCP-യും ശിവസേനയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള മഹാവികാസ് അഗാഡിയുടെ സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിലാണ്. കാശ്മീരിൽ നാഷണൽ കോൺഫറൻസുമായിട്ടുള്ള സീറ്റ് ചർച്ച അന്തിമഘട്ടത്തിലാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള സീറ്റ് വിതരണം പൂർത്തിയായി. രാജസ്ഥാനിലും മധ്യപ്രദേശിലും കൂട്ടുകെട്ടില്ല. പക്ഷേ മുലായം സിംഗ് യാദവിന്റെ പാർട്ടിക്ക് നമ്മൾ സീറ്റ് കൊടുത്തു. ഗുജറാത്തിൽ നമ്മൾ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് കൊടുത്തു. പഞ്ചാബിൽ അതിന്റെ ആവശ്യമില്ല. കാരണം കേരളം പോലെയാണ്. ഇവിടെ ഇന്ത്യ അലയൻസ് ഉണ്ടായാൽ അതിന്റെ ഗുണം BJP-ക്കാണ്. ആ ഗുണം അതേ സാഹചര്യമാണ് പഞ്ചാബിൽ. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി രാജ്യത്തെ 35% കഴിഞ്ഞ് ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും സമാഹരിച്ചുകൊണ്ടുള്ള വലിയൊരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ പോകുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടിയാൽ നരേന്ദ്രമോദിയെയും BJP-യെയും താഴെയിറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് K. സുധാകരൻ മത്സരിക്കണമെന്ന് ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നത്. സാധാരണ KPCC പ്രസിഡന്റുമാരാകട്ടെ, ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്നോട് പാർലമെന്റിൽ മത്സരിക്കാൻ ശ്രീമതി സോണിയാഗാന്ധി എന്നോട് നേരിട്ട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. സുധാകരനും അതേ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷെ അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത്. ഓരോ സീറ്റും കോൺഗ്രസിന് പ്രാധാന്യമുള്ളതാണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേൽ MLA ആണ്. അദ്ദേഹത്തോട് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, നിരവധി പ്രമുഖ നേതാക്കന്മാരോട് മത്സരിക്കാൻ പറയുകയാണ്. KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞ സുധാകരനെ ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അടക്കം, മല്ലികാർജുന ഖാർഗെ അടക്കം, സോണിയാഗാന്ധി അടക്കമുള്ളവർ നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. കണ്ണൂരിലുള്ള ജനങ്ങളുടെ മനസ്സ് അറിയാവുന്ന, അവരുടെ മനസ്സിൽ ജീവിക്കുന്ന, അവരോട് ജീവിതം മുഴുവൻ കണ്ണൂരിലും കണ്ണൂരിലെ ജനങ്ങൾക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ച, മാർക്സിസ്റ്റ് പാർട്ടിയോട് നേരെ നിന്ന് പോരാടുന്ന പിണറായി വിജയനും രാഷ്ട്രീയമായ ബദലായി ഉയർത്തിക്കൊണ്ടുവരുന്ന ശ്രീ K. സുധാകരൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തയ്യാറാവുകയാണ് ഉണ്ടായത്. വേറെ ഒരു മണ്ഡലത്തിലും അദ്ദേഹം മത്സരിക്കില്ല. ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് കണ്ണൂരുകാരെ വിശ്വാസമാണ്, അവരാണ് എന്റെ എല്ലാം. പിച്ചവെച്ച കാലം മുതൽ ഈ കണ്ണൂരിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടിക്കെതിരായി പോരാടിയ എനിക്ക് ഇവിടെ നിന്ന് മാത്രം മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിനെ വീണ്ടും തിരഞ്ഞെടുക്കാൻ അദ്ദേഹം തയ്യാറായി. നിങ്ങൾക്കറിയാമല്ലോ, വടകരയിലെ MP K. മുരളീധരനായിരുന്നു. തൃശൂരിലെ MP TN പ്രതാപനായിരുന്നു. ഞങ്ങളെ എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ഡൽഹിയിൽ ആലോചിച്ച് വടകരയിൽ ഒരു പടക്കുതിര ഇറക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനമെടുത്തത്. തൃശ്ശൂർ അങ്ങ് പിടിച്ചു കളയും, എടുത്തു കളയും അല്ലേ? തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് എടുക്കുകയും വേണ്ട, പിടിക്കുകയും വേണ്ട. ഇപ്പൊ പ്രചരണത്തിന് പോകുമ്പോൾ ആളുമില്ലാത്ത സ്ഥിതിയാണ്.
അവിടെ കെ കരുണാകരന്റെ മകളെ കൊണ്ടുപോയി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്ന് പറഞ്ഞ BJPക്ക് കനത്ത പ്രഹരം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. ഇതെല്ലാം കെ സുധാകരനും VD സതീശനും KC വേണുഗോപാലും എളിയവനായ ഞാനും ഞങ്ങൾ നേതാക്കന്മാരുടെ കൂടി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ സന്തോഷിക്കുന്നു. അപ്പോഴാണ് ഒരു പ്രശ്നം, ആലപ്പുഴയിൽ ആര് മത്സരിക്കും? കഴിഞ്ഞ തവണ 20-ൽ 19 സീറ്റും ജയിച്ചപ്പോൾ ആലപ്പുഴ കൈവിട്ടുപോയി. ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെട്ടത്. ഞങ്ങൾക്കൊക്കെ വലിയ വിഷമം ഉണ്ടാക്കി ആലപ്പുഴക്കാരെന്നുള്ളത് എനിക്ക് ഉൾപ്പെടെ വിഷമമുണ്ടായൊരു കാര്യമാണ്. ഞങ്ങൾ പലവട്ടം ആലോചിച്ചു. ആ സന്ദർഭത്തിലാണ് ഞാനാണ് ശ്രീ KC വേണുഗോപാൽ ആയിരിക്കും ആലപ്പുഴയിലെ ഏറ്റവും പറ്റിയ സ്ഥാനാർത്ഥി എന്ന ഈ ആശയം മുന്നോട്ട് വെച്ചത്. കാരണം ഞാൻ അവിടുത്തെ ഒരു MLA കൂടിയാണ് ആ പാർലമെന്റ് മണ്ഡലത്തിലെ. KC വേണുഗോപാൽ രാജ്യസഭാ മെമ്പറാണ്. അദ്ദേഹത്തിന് 1.5 വർഷം ബാക്കിയുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിർത്തുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ലോകസഭയിലെ ഭൂരിപക്ഷം കിട്ടിയാലേ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയൂ. രാജ്യസഭയിൽ എത്ര വോട്ടുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. കോൺഗ്രസ് പ്രസിഡന്റിന്റെ അനുവാദത്തോടെ, രാഹുൽ ഗാന്ധിയുടെ അനുവാദത്തോടെ, കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള പ്രിയങ്കരനായ KC വേണുഗോപാലിനെ ആലപ്പുഴയിൽ നിർത്താൻ തീരുമാനിച്ചു. ആ തീരുമാനം ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ആലപ്പുഴയിൽ. ആയിരക്കണക്കിന് ആളുകൾ അവിടുത്തെ നേരത്തെ MP കൂടിയായ KC വേണുഗോപാലിനെ സ്വീകരിക്കാൻ ഇന്നലെ എല്ലാ പ്രദേശങ്ങളിലും തടിച്ചുകൂടിയിരുന്നു. അപ്പൊ എന്നോട് പലരും ചോദിച്ചു, സുധാകരനെയും വേണുവിനെയും ഒക്കെ നിർത്തി നിങ്ങൾ വിത്തെടുത്ത് കുത്തുകയാണോ എന്ന്. അത്യാവശ്യം വേണ്ടി വന്നാൽ വിത്തെടുത്ത് കുത്തേണ്ടി വരും. നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ അനിശ്ചിതരായ നേതാക്കന്മാരെ രംഗത്തിറക്കേണ്ടി വരും. ഇന്നലെ കണ്ടില്ലേ ഷാഫിയുടെ വടകരയിലെ കോട്ടക്കുന്നിൽ നടന്ന സമ്മേളനം, കോട്ടപ്പറമ്പിൽ നടന്ന സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മുരളീധരൻ തൃശ്ശൂർ വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ഏറ്റവും ആവേശകരമായ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് UDF നടത്തിയിട്ടുള്ളത്. നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, ഈ തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2020 UDF നേടുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നമ്മൾ ഓരോരുത്തരും നടത്തണം. കേന്ദ്ര ഗവൺമെന്റിനും കേരളത്തിലെ ഗവൺമെന്റിനുമെതിരായ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്തെല്ലാം ഗ്യാരണ്ടിയാണ്? മോഡിക്ക് നേരത്തെ കുറെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, അതൊന്ന് പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ 1 വർഷം 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കിട്ടും. എന്റെ കൂടെ ജയന്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ടെലിവിഷൻ വെച്ച് നോക്കിയപ്പോൾ ഡൽഹിയിലെ നിർമ്മാൺ ഭവനിൽ 1000-ഓളം ജീവനക്കാർ അവിടെ സമരത്തിലാണ്. പൊടുന്നനെ സമരം ചെയ്യുകയാണ്. കാരണം നിർമ്മാൺ ഭവനിൽ ജീവനക്കാരില്ല. ജോലിഭാരം മടുത്ത് അവിടെ പുതിയതായി ആളുകളെ റിക്രൂട്ട് ചെയ്യാത്തത് കൊണ്ട് അവർ മുഴുവൻ സമരത്തിലാണ്. നരേന്ദ്രമോദി കേന്ദ്ര ഗവൺമെന്റിലെ ഒരു വേക്കൻസിയും ഒഴിവും നികത്താൻ തയ്യാറല്ല. റെയിൽവേ ഏറ്റവും വലിയ തൊഴിൽ നൽകുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ഇല്ല, നിർമ്മാൺ ഭവൻ റിക്രൂട്ട്മെന്റ് ഇല്ല, ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നില്ല. 1 വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി ജനങ്ങളെ കബളിപ്പിച്ചു. എന്ത് ഗ്യാരണ്ടിയാണ്? രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു,
വിദേശ രാജ്യങ്ങളിൽ കള്ളപ്പണമുണ്ട് ഇന്ത്യക്കാരുടെ. ആ കള്ളപ്പണം മുഴുവൻ തിരികെ കൊണ്ടുവരും. എന്നിട്ട് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ ഞാൻ ഇട്ടുതരും. വർഷം 10 കഴിഞ്ഞു, ഒരാൾക്കും 1 രൂപയും ബാങ്ക് അക്കൗണ്ടിൽ വന്നില്ല. ഇതാണോ ഗ്യാരണ്ടി? അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ കർഷകന്റെ വരുമാനം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. ഇന്ത്യയിലെ കർഷകൻ ഡൽഹിയിൽ സമരം ചെയ്യുകയാണ്. ഡൽഹിയുടെ അതിർത്തിയായ ഹരിയാന ബോർഡറിൽ സമരം ചെയ്ത് വെടിയുണ്ടകളേറ്റ് 3 കർഷകരാണ് മരിച്ചത്. ഓരോ മിനിറ്റിലും ഇന്ത്യയിൽ ഓരോ കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. ഇതാണോ നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടി? ഇതാണോ കർഷകന്റെ വരുമാനം 2 ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത്? മോഡി മറ്റൊരു ഗ്യാരണ്ടി, ഇന്ത്യയിൽ 100 സ്മാർട്ട് സിറ്റികൾ ആരംഭിക്കുമെന്നാണ്. 1 സ്മാർട്ട് സിറ്റി പോലും ഇന്ത്യയിൽ ഒരിടത്തും ആരംഭിച്ചില്ല. മോഡിയുടെ മറ്റൊരു ഗ്യാരണ്ടി ആയിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നടപ്പാക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നടപ്പാക്കിയതില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ റബ്ബർ കർഷകരെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഉൾപ്പെടുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. റബ്ബർ വെട്ടാൻ പോലും ആളിനെ കിട്ടാത്ത അവസ്ഥയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് മാതൃകയിലുള്ള ആശുപത്രികൾ സ്ഥാപിക്കുമെന്ന് ഗ്യാരണ്ടി പറഞ്ഞു. ഒരിടത്തും അത് നടപ്പാക്കാൻ 3-4 സംസ്ഥാനങ്ങൾ ഒഴിച്ച് എല്ലായിടത്തും നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മോഡിയുടെ ഈ ഗ്യാരണ്ടിക്ക് യാതൊരു വിലയുമില്ല. രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കാൻ മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ ശ്രീരാമന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. രാമൻ, നമ്മളൊക്കെ രാമനെ ദൈവമായി കാണുന്നവരാണ്, ഇന്ത്യയിലെ കോടാനുകോടി വന്ന ജനങ്ങൾ. കോൺഗ്രസ് അമ്പലത്തിൽ പോകുന്നവരുടെ, പള്ളിയിൽ പോകുന്നവരുടെ, ഗുരുദ്വാരയിൽ പോകുന്നവരുടെ, ജൈനസഭകളിൽ പോകുന്നവരുടെ, ഒരു മതത്തിലും വിശ്വസിക്കാത്തവരുടെ പാർട്ടിയാണ്. നമ്മളാരും മതവിശ്വാസങ്ങൾക്കെതിരല്ല. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സരയൂ നദിയുടെ തീരത്ത് ശ്രീരാമൻ പ്രാണപ്രതിഷ്ഠ നടത്തിയ നടപടിയോട് നമ്മൾക്ക് വിയോജിപ്പുണ്ട്. കാരണം ആ ജോലി ചെയ്യേണ്ട ആൾ പ്രധാനമന്ത്രി അല്ല. എന്താണ് പ്രാണപ്രതിഷ്ഠ? വിഗ്രഹത്തിന് ജീവൻ കൊടുക്കുന്നതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ആദിശങ്കരൻ 4 ശങ്കരാചാര്യ മഠങ്ങളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. അവരാണ് ഹിന്ദു മതത്തിന്റെ പ്രാമാണിക അവകാശപ്പെടാൻ കഴിയുന്നവർ. 4 ശങ്കരാചാര്യന്മാരും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് മാറി നിന്നത് എന്തുകൊണ്ട്? മാറി നിന്നത് ഈ ജോലി ചെയ്യേണ്ടത് പ്രധാനമന്ത്രി അല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. സനാതന ധർമ്മത്തിന്റെ 4 പ്രാമാണികന്മാരായ ശങ്കരാചാര്യന്മാർ മാറി നിന്നപ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയായി മാറി. നമ്മൾ ആരാധിക്കുന്ന രാമനെ അല്ല അവിടെ പ്രതിഷ്ഠിച്ചത്. നരേന്ദ്രമോദി അവിടെ പ്രതിഷ്ഠിച്ചത് രാഷ്ട്രീയ രാമനെയാണ്. ഹിന്ദിയിൽ ഒരു ചൊല്ലുണ്ട്, ജഹാം രാം ഹേ വഹാം അയോധ്യ ഹേ. എവിടെയാണോ രാമൻ അവിടെയാണ് അയോധ്യ. തുളസിദാസാണ് ഏറ്റവും നല്ല രാമായണം എഴുതിയ വ്യക്തി. ഹിന്ദിയിൽ അതിന്റെ പേര് രാമചരിത മാനസ് എന്നാണ്. രാമായണം നമ്മൾ തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണം വായിക്കുന്നതിനേക്കാൾ എന്ന പോലെയാണ് വടക്കേ ഇന്ത്യക്കാർ രാമചരിത മാനസ് വായിക്കുന്നത്. അതിനകത്ത് പറയുന്നത് രാമൻ മര്യാദ പുരുഷോത്തമനാണ്. വിനയത്തിന്റെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രജാക്ഷേമ തൽപരതയുടെ ഉത്തമ രൂപമായ രാമനെ രാഷ്ട്രീയവൽക്കരിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ എതിർത്തു. അത് എതിർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സരയൂ നദിയുടെ തീരത്ത് മോഡി നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. ആ പ്രസംഗം 24 തെരഞ്ഞെടുപ്പിന്റെ ഉദ്ഘാടന പ്രസംഗമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോകുന്നവരും മുസ്ലിം ദേവാലയങ്ങളിൽ പോകുന്നവരും
ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകുന്നവരും ഗുരുദ്വാരകളിൽ പോകുന്നവരെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഇതിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇന്നലെ പ്രസിഡന്റ് ഒരു ചിത്രം കണ്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി. ഡൽഹിയുടെ തെരുവീതികളിൽ പള്ളിയില്ലാത്ത, മുസ്ലിം ദേവാലയമില്ലാത്ത പാവങ്ങൾ റോഡിൽ നിസ്കരിക്കുകയായിരുന്നു. വൈകിട്ട് 6:30 മണിക്ക് റോഡ് സൈഡിൽ നിസ്കരിക്കുന്ന ഡൽഹിയിലെ തെരുവീതികളിൽ ഡൽഹിയിലും യുപിയിലും ഒക്കെ അങ്ങനെയാണ്. പള്ളിയിൽ ഉണ്ടാവില്ല എല്ലായിടത്തും. അതുകൊണ്ട് മുസ്ലിങ്ങൾ റോഡിൽ അവർ നിസ്കരിക്കും. ആ നിസ്കരിക്കുന്ന പാവപ്പെട്ടവരെ പോലീസുകാർ അടിച്ച് ചവിട്ടി അവരെ പുറത്താക്കുന്ന ഒരു ചിത്രം കണ്ടപ്പോൾ ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ എന്റെ തല കുനിഞ്ഞു പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണോ ഇത്? ഇത് ഗാന്ധിയുടെ നാടാണ്. ഇത് ഗോഡ്സെയുടെ നാടല്ല. ഗാന്ധിയുടെ നാട്ടിൽ ഇത് നടക്കുന്നത് ശരിയാണോ? നാളെ വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മതന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന ഗുരുതരമായ ഭവിഷ്യത്തിന്റെ സൂചനയാണ് ഡൽഹിയുടെ തെരുവീഥികളിൽ നമാസ് ചെയ്തുകൊണ്ടിരുന്ന പാവങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ, ഇന്ത്യ മുന്നണിക്ക് മാത്രമേ ദേശീയ തലത്തിൽ കഴിയൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ എന്തുണ്ടാവും? കോഴി കോട്ടുവായിടുന്ന പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത്. കേരളത്തിലല്ലാതെ ഒരിടത്തും ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ സഹായത്തോടെ രണ്ട് സീറ്റ് നമ്മൾ ആലോചിക്കണം. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണം, എന്തിനു വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. അതെനിക്ക് മനസ്സിലായത് കഴിഞ്ഞ CP ജയരാജന്റെ ഒരു പ്രസ്താവന കണ്ടു. കേരളത്തിൽ BJPയും CPMഉം BJPയും തമ്മിലാണ് പോരാട്ടം, കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് തകർന്നു, കോൺഗ്രസിന് ഒരു സ്ഥാനവുമില്ല എന്ന് EP ജയരാജൻ പറഞ്ഞു. അവിടെയാണ് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാര വ്യക്തമാകുന്നത്. AP ജയരാജൻ വെറും ഒരു വ്യക്തിയല്ല, LDF കൺവീനറാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിയമസഭയിലോ പാർലമെന്റിലോ പോലും ഒരു സീറ്റില്ലാത്ത, ഒരു ജില്ലാ പഞ്ചായത്തില്ലാത്ത, ഒരു മുനിസിപ്പാലിറ്റി മാത്രം ഭരിക്കുന്ന, വിരലെണ്ണാവുന്ന പഞ്ചായത്തുകളിൽ പോലും ഭൂരിപക്ഷമില്ലാത്ത BJPയും CPMഉം തമ്മിലാണ് പോരാട്ടമെന്ന് പറയുന്നതിന്റെ അർത്ഥം BJPയെ വളർത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കേരളത്തിൽ LDF കൺവീനറുടെ പ്രസ്താവന, അതിന്റെ പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അവർ കോൺഗ്രസ് നശിക്കണം, BJP വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, കേരളത്തിൽ. അത് പിണറായി വിജയനാണ്. 38 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു. ലാവ്ലിൻ കേസിലെ 7ാമത്തെ പ്രതിയാണ് പിണറായി വിജയൻ. ലാവ്ലിൻ കേസ് സുപ്രീം കോടതി വന്നാൽ CBIയുടെ വക്കീലിന് അന്ന് പനിയാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വക്കീലിന് അന്ന് കുളിരാണ്. 38 തവണയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ആ കേസ് മാറ്റിവെക്കപ്പെടുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസുണ്ടായി. ഒരു നോട്ടീസ് അയക്കാൻ പോലും കേന്ദ്ര ഏജൻസികൾ തയ്യാറായില്ല. പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 3 വർഷം ശിവശങ്കരൻ ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് അയച്ചില്ല. നിങ്ങൾ കാണണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം ഉണ്ടാകുന്നു. അന്വേഷണം ഇനി 3 മാസം കഴിഞ്ഞേ ഉള്ളൂ, ഇലക്ഷൻ കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കേന്ദ്ര ഏജൻസികളുമായി ഈ നീക്കം നിങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിൽ BJPയും CPMഉം തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ തകർക്കുക, UDFനെ തകർക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിൽ CPMന് BJPയുടെ വോട്ട് കിട്ടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വോട്ട് 40%.
LDFന്റെ വോട്ട് 44%. അതിന്റെ മുന്നേ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 14%. ആ 14%ത്തിൽ നിന്ന് BJP 10%-ആയി കുറഞ്ഞു. ആ 4% CPM-ന് പോയപ്പോഴാണ് 44% CPM-ന് LDF-ന് വോട്ട് കൂടിയത്. കാരണം മോഡി ആഗ്രഹിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതം. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഗവൺമെന്റ് വരരുത്, പിണറായി വിജയൻ വന്നാലും പ്രശ്നമില്ല എന്ന് കണ്ടുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ കൊലപാതക രാഷ്ട്രീയം ഇപ്പോഴുണ്ടോ? അക്രമ രാഷ്ട്രീയമുണ്ടോ? ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പിണറായി വിജയനും BJPയും തമ്മിലുള്ള സൗഹൃദമാണ് ഇതിന്റെ ആധാരമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പാടൂർ പടിക്കൽ പോകേണ്ട കാര്യമില്ല. അതിന്റെ ഇടനിലക്കാരൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി 3 ഏക്കർ സ്ഥലം പതിച്ചു കൊടുത്ത ന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയും RSS നടത്തിയ ധാരണയാണ്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയാണ് കണ്ണൂർ ജില്ലയിലെ കലാപങ്ങൾ അവസാനിപ്പിച്ചത്. കണ്ണൂർ ജില്ലയിൽ കലാപങ്ങൾ നടത്തിയവർ മുഖ്യമന്ത്രിയായാൽ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നാൽ പിന്നെ കലാപം ഉണ്ടാകുമോ? RSS-മായി നേരിട്ട് ചർച്ച നടത്തി റിപ്പോർട്ട് ചെയ്യാൻ പോയ പത്രക്കാരോട് കിടക്ക് പുറത്തെന്ന് പറഞ്ഞ് ന്റെ മധ്യസ്ഥതയിൽ നടത്തിയ ചർച്ചകളിലൂടെയാണ് ഇത് അവസാനിച്ചത്. നല്ല കാര്യമാണ്. ഞങ്ങളാരും കൊലപാതക രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്നവരല്ല. 52 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കൊലപാതക രാഷ്ട്രീയം അവരുടെ ഹൃദയത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്നില്ല. അതാണ് സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിലൂടെ നമ്മൾ കണ്ടത്. RSS-ഉം പിണറായി വിജയനും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് ന്റെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ്. ആ ന് 3 ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് പതിച്ചു കൊടുത്ത് കഴിഞ്ഞ ദിവസം പിണറായി പോയി തറക്കല്ലിട്ടു. ആരാണ് എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പാർലമെന്റ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം ഒത്തിരി നേതൊക്കെ സംസാരിക്കാനുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് BJPയെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ അവസരം കൊടുക്കുന്നത് CPM-ആണ്. നേമത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ K മുരളീധരനെ അവിടെ മത്സരിച്ചപ്പോഴാണ് BJPയുടെ സീറ്റ് രാജഗോപാലന്റെ സീറ്റായിരുന്ന നേമം BJP പരാജയപ്പെട്ടത്. തൃശ്ശൂരിൽ ഞങ്ങൾ K മുരളീധരനെ നിർത്തുന്നത് തൃശ്ശൂർ അങ്ങ് പിടിച്ചു കളയുമെന്ന് പറഞ്ഞ BJPക്കും RSS-നുമുള്ള മറുപടിയാണ്. ഈ തവണയും ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. അത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള അവിശുദ്ധമായ ഈ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് കേരളത്തിന് ആപത്താണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മാത്രമേ കഴിയൂ. കേരളത്തിൽ UDF-നെ കഴിയൂ. ഇവിടെ ഒരു ഭരണമുണ്ടോ? അത് ഫിറോസ് പറയും, ഞാൻ ഫിറോസിന് വിട്ടുകൊടുക്കുക. ഇവിടെ ഭരണമുണ്ടോ? ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല, ജീവനക്കാർക്ക് പെൻഷനില്ല. 52 ലക്ഷം ക്ഷേമ പെൻഷൻകാർക്ക് ക്ഷേമ പെൻഷൻ ഇല്ല. മാവേലി സ്റ്റോറിൽ പോയാൽ ഒരു സാധനവും കിട്ടാനില്ല. പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി. ട്രഷറി പൂട്ടിയിട്ട് എന്തിനാണ് ഈ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അധികാരത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയായി ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇരിക്കുന്നത്? ട്രഷറി പൂട്ടി, 1 രൂപയും ചെലവാകുന്നില്ല. മാർച്ച് 31 വരാൻ പോകുന്നു. ഒരു വികസന പദ്ധതിയും കേരളത്തിൽ നടക്കുന്നില്ല. ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനവും ഇവിടെ കേരളത്തിൽ നടക്കുന്നില്ല. ഒരു ക്ഷേമ പ്രവർത്തനവും നടക്കുന്നില്ല. നരേന്ദ്രമോദിയും പിണറായി വിജയനും
ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. രണ്ടുപേരും ഏകാധിപതികളാണ്. രണ്ടുപേരും ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ആ വെല്ലുവിളി നേരിടാൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഒരു ചരിത്ര വിജയം കണ്ണൂരിന്റെ മണ്ണിൽ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വിജയം നേടിയെടുക്കാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. ഞാൻ ഈ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ നാളെ ട്രോളർമാർ ഈ കണ്ണൂരിൽ ഒരുമിച്ചല്ല പ്രവർത്തിക്കുന്നതിന് എഴുതി വെക്കരുത്. ഞാൻ ഈ പൊന്നാനി പ്രസംഗിച്ചപ്പോൾ കൺവെൻഷനിൽ പ്രസംഗിച്ചപ്പോൾ ഫിറോസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്നിനും കൊണ്ടുവരാത്തവരാണ്. ഇടതുപക്ഷത്തെ പറ്റിയാണ് പറഞ്ഞത്. അവരെ വിശദീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഈ രണ്ടുപേരും ഒന്നിനും കൊള്ളരാത്ത സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് അലംഭാവം പാടില്ല. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിൽക്കുന്ന രണ്ട് ലീഗ് സ്ഥാനാർത്ഥികളും കൊള്ളരാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളിയ ആളുകളാണ് ഈ നാട്ടിലുള്ളത്. അങ്ങനെ ട്രോളൊന്നും വേണ്ട. ഇത്തവണ ആരെന്ത് ട്രോളിയാലും കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനിച്ചിട്ടുണ്ട്. UDF 20 സീറ്റും നൽകി വൻപിച്ച ഭൂരിപക്ഷത്തോടെ നമ്മൾ തിരിച്ചു വരും. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും ശക്തമായ താക്കീത് കൊടുക്കാൻ വേണ്ടിയാണ് കെ സുധാകരനെ ഞങ്ങൾ നിർത്തിയത്. ഈ നാടിന്റെ ഹൃദയത്തിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരത്തിൽ, അവരുടെ വിചാരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് കെ സുധാകരൻ. അദ്ദേഹത്തെ എത്രയോ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ, കായികമായി ഇല്ലായ്മ ചെയ്യാൻ എത്രയോ തവണ CPM ശ്രമിച്ചിട്ടുണ്ട്. അപ്രതിരോധ്യമായ നിലയിൽ എല്ലാം നെഞ്ചു വിരിച്ച് നേരിട്ടുകൊണ്ട് പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും പോരാടി UDF-നെയും കോൺഗ്രസിനെയും നിലനിർത്തിയ ശ്രീ കെ സുധാകരന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സ്നേഹമുള്ളവരെ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കലായി സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടു കൂടി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഈ കൺവെൻഷനിലെ മുഖ്യ പ്രഭാഷണം നടത്തും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കരീം ചേലേരി, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അമരക്കാരൻ ശ്രീ കെ സുധാകരൻ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകനും കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവുമായ പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാരസമ്പൂർണമായ ഒരു ഉദ്ഘാടന പ്രസംഗം ഇവിടെ ഇതിനകം നടന്നു കഴിഞ്ഞു. ഘടകകക്ഷിയുടെ ധാരാളം നേതാക്കന്മാർ ഈ വേദിയിൽ ഇനിയും സംസാരിക്കാനുണ്ട് എന്നതുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സുധാകരേട്ടനെ കണ്ണൂരുകാരുടെ മുമ്പിൽ വന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കണ്ണൂർ ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മറ്റു ജില്ലകളിലെ UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവർത്തനം രീതിയല്ല കണ്ണൂരിലുള്ളത്. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് കണ്ണൂർ ജില്ലയിലെ UDF-ന്റെ പ്രവർത്തകർ. ഞാനിപ്പോ ഈ വേദിയിലിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ജയന്തേട്ടനുമായി സംസാരിക്കുകയായിരുന്നു.
ബഹുമാന്യനായ കെ സുധാകരൻ മാത്രം 28 മൃതദേഹങ്ങളാണ് ഏറ്റുവാങ്ങിയത്. CPM-കാർ അറുകൊല ചെയ്ത എത്ര മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞുപോയത്. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അരിയിൽ ശുക്കൂർ ഉൾപ്പെടെയുള്ള എത്ര ആളുകളെയാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നത്. ഇത് മരിച്ചുപോയവരുടെ കണക്ക് മാത്രമാണ്. എന്നാൽ മരണത്തിന്റെ വക്കിലെത്തി ജീവിതത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കണ്ണൂർ ജില്ലയിലുണ്ട്. ഈ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്നവരാരാണ്? കണ്ണൂരിലെ CPIM നേതൃത്വമല്ലേ? കണ്ണൂരിൽ CPM-നൊരു വിജയമുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ആ വിജയം? TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ അദ്ദേഹത്തെ കുലംകുത്തി തന്നെയാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം ഈ കണ്ണൂർ ജില്ലക്കാരനാണ്. ഞങ്ങളെ ശുക്കൂർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജയരാജൻ ഈ ജില്ലക്കാരനാണ്. TP-യെ കൊന്നു തള്ളിയ കേസിൽ കോടതി ശിക്ഷിച്ച കുഞ്ഞനന്ദനെ കുഞ്ഞനന്ദേട്ടൻ എന്ന് പറഞ്ഞ മഹത്വവൽക്കരിച്ച ശൈലജ ടീച്ചർ ഈ ജില്ലക്കാരിയാണ്. എന്തിനേറെ പറയുന്നു, തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലയിലെ അസ്ലമിനെ കൊന്നു തള്ളിയവർ ഈ ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ പ്രവർത്തകരാണ്. കൊടിസുനിയും കിർമാനി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള ആകാശ് തില്ലങ്കേരിമാരടക്കമുള്ള എത്ര കൊലയാളികളാണ് ഈ ജില്ലയിലുള്ളത്. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്ത് BJP-യെ താഴെ ഇറക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 UDF-ന്റെ സ്ഥാനാർത്ഥികളും വിജയിക്കണമെന്ന് ഓരോ UDF-കാരനും ആഗ്രഹമുണ്ട്. ഒരു ലീഗുകാരൻ എന്ന നിലക്ക് ഞാൻ പറയട്ടെ, ഈ 20 സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ മലപ്പുറത്തെയും പൊന്നാനിയിലെയും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കണം എന്ന് ഞങ്ങൾ ലീഗുകാർക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുണ്ട്. എന്നാൽ യൂത്ത് ലീഗിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ പറയട്ടെ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 20 സ്ഥാനാർത്ഥികളിൽ ആദ്യം വിജയിക്കേണ്ട സ്ഥാനാർത്ഥി കെ സുധാകരനാണ് എന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയും, അതിനുവേണ്ടി ആഗ്രഹിക്കും. കാരണം ഇവിടെ CPM തോൽക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെ തോൽപ്പിക്കാൻ ഈ നാട് ഒന്നിച്ചു നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈ 28 മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാൾക്ക് എങ്ങനെയാണ് ആ പാർട്ടിയുമായി കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുക? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കാബാലിക രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ ഒരുക്കമല്ല എന്ന് പ്രഖ്യാപിച്ച നേതാവിന്റെ പേരാണ് കെ സുധാകരൻ എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമ്മൾ UDF-ന്റെ പ്രവർത്തകർ ഓരോരുത്തരും പറയും. പിന്നെ സുധാകരനോട് ഞാൻ പറയട്ടെ, 20 സ്ഥാനാർത്ഥികളുടെ പേരും വന്നപ്പോ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ വെക്കണം എന്ന് തോന്നിപ്പോയി. എത്ര ഗംഭീരമായ ലിസ്റ്റാണ്. ഞങ്ങളുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞു, UDF-ന്റെ ഏറ്റവും മനോഹരമായ ലിസ്റ്റാണ് കോൺഗ്രസ് പട്ടിക കൂടി പുറത്തു വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ വടകരയിൽ ഞാനും പോയിരുന്നു. മെസ്സിയൊക്കെ ഇറങ്ങിയതുപോലെയല്ലേ ഷാഫി പറമ്പിൽ വടകരയിൽ ഇറങ്ങിയത്? എന്നിട്ട് CPM-കാര് ചോദിക്കാണ്, പാലക്കാട് BJP ജയിച്ചു പോകില്ലേന്ന്. ഇവന്റെ വർത്തമാനം കേട്ടത്തൊന്നും പാലക്കാട് BJP-യെ തോൽപ്പിച്ചത് CPM ആണെന്ന്. മെട്രോമാനെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തിപ്പിച്ച ഒരു വ്യക്തിയെ പാലക്കാടിന്റെ മണ്ണിൽ തോൽപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UDF-നും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഇനിയും നിലം തൊടാതെ തോൽപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്ന് നിങ്ങളുടെ സഹായം വേണ്ട. പിന്നെ ബഹുമാന്യനായ K. മുരളീധരൻ തൃശ്ശൂരിലേക്ക്
അദ്ദേഹം തൃശ്ശൂരിൽ എത്തിയപ്പോൾ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി പറയാണ്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണെന്ന്. പ്രജകളെ ഒന്നും കാണുന്നില്ലല്ലോ എന്നാണ് പറയണത്. മൂപ്പരിപ്പോഴും പഴയ നാട്ടുരാജാവാണെന്നാണ് വിചാരം. നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരില്ല. KM മുരളീധരൻ ഡൽഹിയിലേക്ക് പോകും, നിങ്ങൾ സിനിമയിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നത് തൃശ്ശൂരിന്റെ ഉറപ്പാണ്. പിന്നെ ആലപ്പുഴയിൽ ബഹുമാന്യനായ KC വേണുഗോപാലിനെതിരെ സംഗതി KC നല്ല ആളൊക്കെയാണ്, പക്ഷെ അദ്ദേഹം രാജ്യസഭയിലെ രാജസ്ഥാനിൽ നിന്നുള്ള അംഗമല്ലേ, അതുകൊണ്ട് അത് കോൺഗ്രസ് നഷ്ടമാവില്ലേ? ഓ, എന്തൊരു സ്നേഹമാണ് കോൺഗ്രസിനോട്. രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ഒരെണ്ണം കുറഞ്ഞു പോകുന്നതിനുള്ള വിഷമം CPM-കാർക്ക്. 2004 ഒന്നാം UPA സർക്കാരിന് ഇവര് പിന്തുണ കൊടുത്തിട്ട് ആണവ കരാറിന്റെ പേര് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചു എന്ന് മാത്രമല്ല, BJPയുടെ ഒപ്പം കൂടി ആ മന്ത്രിസഭയെ താഴെയിറക്കാൻ നോക്കിയവരല്ലേ ഇവര്. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് RSSന്റെ കൂടെ ഈ രാജ്യത്ത് മുദ്രാവാക്യം മുടക്കിയ പാർട്ടിയുടെ പേര് CPM എന്നല്ലേ? ആ CPM ആണോ കോൺഗ്രസിന്റെ ഒരു രാജ്യസഭാ സീറ്റ് സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്നത്? ഞങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് 20-ൽ 20 സീറ്റും കിട്ടിയാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് നടന്നു കയറുമ്പോ ആരൊക്കെയുണ്ട് അനുകൂലിക്കാൻ എന്ന് ചോദിക്കുമ്പോ വിറയിലില്ലാതെ കൈപൊക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 20 MP-മാർ ജയിക്കണമെന്നുള്ളത് ഈ നാടിന്റെ വിശ്വാസമാണ്. അവിടെ ഒരാൾ അപ്പുറത്ത് ജയിച്ചാൽ ഒന്നാം UPA താഴെയിറക്കാൻ വേണ്ടി BJPയുടെ കൂടെ കൂടിയതുപോലെ നിങ്ങൾ പിന്നെയും കൂടെ കൂടില്ല എന്നതിന് എന്താണ് ഉറപ്പ്? മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം നടക്കുമ്പോ ആ യോഗത്തിൽ ഒരു പ്രതിനിധിയെ കൊടുക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരിയോട് പറഞ്ഞു. യെച്ചൂരി ഉടനെ കേരള ഘടകത്തെ വിളിച്ചു ചോദിച്ചു, എന്താ കാര്യം? കേരളത്തിൽ നിന്നാണ് വിമാനത്തിന് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്, വേറെ ഒരു സംസ്ഥാനത്തും ഭരണമില്ല, പണം മുഴുവൻ ഇവിടുന്നാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കണ്ണുരുട്ടി. അപ്പോ യെച്ചൂരി പറഞ്ഞു, പേരില്ല. ഇന്ത്യ മുന്നണിക്കകത്തേക്ക് ഒരു പേര് പോലും കൊടുക്കാത്തവർ രാജ്യത്ത് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോ ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഇവർ കൈവെക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത്? അതുകൊണ്ടാണ് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തവണ 20-ൽ 19 ഇവിടെ ചെന്നിത്തല ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞു. ഇത്തവണ 20-ൽ 20 നേടുക എന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ഓരോരുത്തരുടെയും ഈ നാട്ടിൽ മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണ് എന്ന് ചേർത്ത് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നീ വേറൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിലും ആരാണ് BJPക്ക് വോട്ട് ചെയ്യുക? ഇന്നത്തെ ഒരു കാര്യം ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞ ആള് പറഞ്ഞില്ലേ, സ്വിസ് ബാങ്കിൽ UPA രാജ്യം ഭരിക്കുമ്പോ സ്വിസ് ബാങ്കിലെ കള്ളപ്പണ അക്കൗണ്ടിന്റെ വിവരം പുറത്തുവിടാൻ വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിൽ കയറുന്നത് എന്ന് പറഞ്ഞവരാണ് BJP. അവർ അധികാരത്തിൽ കയറിയിട്ട് SBയുടെ അക്കൗണ്ട് പുറത്തുവിടുന്നില്ല. BJPക്ക് ആരൊക്കെ സംഭാവന കൊടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ BJP തയ്യാറാകുന്നില്ല. അപ്പോഴാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറഞ്ഞത്, പേര് പുറത്തുവിട്ടില്ല എങ്കിൽ SBI കോടതിയലക്ഷ്യ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. സകലത്തിലും അഴിമതി നടത്തുന്ന ഒരു ഗവൺമെന്റ്. സ്വിസ് ബാങ്കിലെ അക്കൗണ്ട് പൂട്ടിക്കാൻ പോയവർ ഇവിടെ SBIയിലെ BJPക്ക് സംഭാവന കൊടുത്തവരുടെ പേര് കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ, സകലതും പ്രൈവറ്റൈസ് ചെയ്യുന്ന, അംബാനിമാർക്ക് തീരെ എഴുതി കൊടുക്കുന്ന, നമ്മൾ എയർപോർട്ട് പോയി, വിമാനങ്ങൾ പോയി, എയർ ഇന്ത്യ ഇല്ല, എയർ ഇന്ത്യ എക്സ്പ്രസ് ഇല്ല, തുറമുഖങ്ങളില്ല, എല്ലാം സ്വകാര്യ മേഖലക്ക് എഴുതി കൊടുത്തു. എന്നിട്ടോ ഫോട്ടോക്ക് ഒരു കുറവില്ല. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളൊന്ന് പോയി നോക്ക്, നരേന്ദ്രമോദിന്റെ സെൽഫി പോയിന്റ്. എന്തിനാണ് സെൽഫി പോയിന്റ്? ഈ രാജ്യത്തിന് അദ്ദേഹം എന്താ ചെയ്തത്? ഈ നാടിന് അദ്ദേഹം എന്താ ചെയ്തത്? കേരളത്തിലെ റെയിൽവേക്ക് അദ്ദേഹം എന്താ ചെയ്തത്? 2 വന്ദേ ഭാരത് കൊടുത്തതാണോ 10 കൊല്ലം കൊണ്ട്? നിങ്ങളെ ജില്ലക്കാരനൊരാൾ കേന്ദ്രത്തിൽ റെയിൽവേ സഹമന്ത്രിയായി 19 മാസക്കാലം ഇരുന്നിരുന്നു.
ആ മനുഷ്യൻ 19 മാസം കൊണ്ട് കേരളത്തിന് സമ്മാനിച്ചത് 19 ട്രെയിനാണ്. ആ മനുഷ്യന്റെ പേര് ഇ അഹമ്മദ് എന്ന് പറയുന്ന UPA കേന്ദ്രമന്ത്രിയാണ്. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സെൽഫി പോയിന്റ് വെച്ചിരുന്നോ? റെയിൽവേ സ്റ്റേഷനിലെ സെൽഫി പോയിന്റ് അവിടെ നിൽക്കട്ടെ. നമ്മളെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും നരേന്ദ്രമോദിയുടെ ഫോട്ടോ ആയിരുന്നില്ലേ? ഒരാൾ UAE പോയി. അപ്പൊ എമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞു, എവിടെ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഇയാൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നോക്കുമ്പോൾ ഫോട്ടോ നോക്കി, ഇയാളെ മുഖത്തേക്ക് നോക്കി. ഇത് നിങ്ങളുടെ ഫോട്ടോ അല്ലല്ലോ. അയാൾ പറഞ്ഞു, സാർ ഇത് ഞങ്ങളുടെ പ്രധാനമന്ത്രിന്റെ ഫോട്ടോ ആണ്. പ്രധാനമന്ത്രിന്റെ ഫോട്ടോ ഒന്നല്ല, കള്ളം പറയണം, മാറിക്കും, ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞു. അടുത്ത ആൾ വന്നു, അയാളും വാക്സിൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. നോക്കുമ്പോൾ വീണ്ടും അതേ ഫോട്ടോ. അയാളോടും മാറി നിൽക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ആളും 4ാമത്തെ ആളും ഒക്കെ വന്നപ്പോഴാണ് ഈ എമിഗ്രേഷൻ ഓഫീസർക്ക് മനസ്സിലായി, മാതിരി ഒരു ഊച്ചാളിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും. പിന്നെ കക്കൂസിന്റെ മുകളിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? എവിടെയും തന്റെ തല ഫുൾ ഫിഗർ. ക്യാമറമാന്റെ ഇടയിൽ എങ്ങാനോ ആരെങ്കിലും വന്നു നിന്നാൽ അപ്പ അയാളെ തട്ടിമാറ്റും. 10 കൊല്ലം ഈ രാജ്യം ഭരിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ലേ ഇതിന്റെ മുമ്പ്, UPA ഗവൺമെന്റ്? ഞാൻ രണ്ട് കാര്യം പറയാം. തൊഴിലുറപ്പ് പദ്ധതി നമ്മളൊന്നും എവിടെയും പറയാറില്ല, നമുക്കത് വലിയ കാര്യമില്ല. ആസാമിലെ തോട്ടം തൊഴിലാളികൾക്ക് ഒരു ദിവസം 30 രൂപ കൂലി കൊടുക്കുന്ന ഒരു രാജ്യത്താണ് 125 രൂപ മൻമോഹൻ സിംഗ് കൊടുക്കുന്നത്. തോട്ടം തൊഴിലാളികൾ പറഞ്ഞു, ഇനി ഞങ്ങളില്ല തോട്ടം തൊഴിലിലേക്ക്, ഞങ്ങൾക്ക് 125 ഇവിടെ കിട്ടുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ 30 രൂപയ്ക്ക് ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. ജാർഖണ്ഡിലെ കൽക്കരിക്കനികളിലെ തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് 25 രൂപ പോരാ, 125 അവിടെ കിട്ടും ഞങ്ങൾക്ക്, ഉച്ചവരെ ഒരു കാന വൃത്തിയാക്കിയാൽ. തോട്ടം തൊഴിലാളികൾക്ക് കൂലി കൊടുക്കേണ്ടി വന്നു, മാസങ്ങളോളം അടച്ചുപൂട്ടിയതിനു ശേഷം. ഇതും ആരുടെ കയ്യിലേക്കാ പണം കൊടുത്തത്? സ്ത്രീകളുടെ കയ്യിലേക്ക്. പുരുഷന്മാർ ഈ 30 രൂപ കിട്ടിയിട്ട് ചാരായം അടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങും, ഭാര്യ 2 അടിയും അടിച്ചിട്ട്. വീട്ടിൽ ദാരിദ്ര്യമാണ്, ഭക്ഷണമില്ല, കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. അപ്പോഴാണ് അമ്മമാരുടെ കയ്യിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗ് പണം കൊടുത്തത്. രാജ്യത്ത് എന്തോരം മാറ്റമുണ്ടായി. 2006 ലോകം മുഴുവനും സാമ്പത്തികമായി തകർന്നു തരിപ്പണമായപ്പോ ഒരു രാജ്യം മാത്രം തകരാതെ നിന്നു. അതിന് കാരണക്കാരൻ മറ്റാരുമായിരുന്നില്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ന് പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയാണ്. ഗോവിന്ദമാഷ് നാട് നീളെ വന്ന് പ്രസംഗിക്കുകയാണ്, ഈ തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളുടെയാണ്, ഞങ്ങളുടെ വകയാണ്. ഞാൻ വെല്ലുവിളിയോടെ ചോദിക്കുകയാണ്, ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിൽ CPM-ന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയിച്ചാൽ അന്ന് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. പച്ചക്കള്ളം പറയാം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു, CPM-ന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനാണോ? ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, RTI ഒരു 10 രൂപക്ക് ഒരു വെള്ള പേപ്പറിൽ. നിങ്ങൾക്കൊരു കാര്യം അറിയണമെങ്കിൽ ആദ്യം MP-യുടെ കാല് പിടിക്കണം, പാർലമെന്റിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ. നിയമസഭയിൽ MLA-മാർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും, സാധാരണക്കാരന് ചോദിക്കാൻ കഴിയില്ല. ഒരു 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചൊരു വെള്ള പേപ്പറിൽ ഈ നാട്ടിലെ ഏത് ഉദ്യോഗസ്ഥനോടും ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ മറുപടി കൊടുക്കണമെന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈ രാജ്യത്ത് പാസാക്കിയ ഗവൺമെന്റിന്റെ പേര് UPA ഗവൺമെന്റ് എന്ന. നമുക്ക് വിലയുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നേരം വെളുക്കുവോളം പറയാനില്ലേ? ആ ഗവൺമെന്റിനെ താഴെ ഇറക്കിയിട്ടല്ലേ നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവന്നത്? അതിന് കൂട്ടുനിന്നവരല്ലേ കേരളത്തിലെ CPM-കാർ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, നമുക്ക് അധികാരം കിട്ടുമോ? നിങ്ങൾ 2-3 സ്റ്റേറ്റ് മാത്രം എടുക്കൂ. കർണാടകയിൽ 28 MP-മാരുടെ എണ്ണം. ഒരു സീറ്റാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചത്. ആ കർണാടകയിൽ നമ്മൾ അധികാരം പിടിച്ചില്ലേ? തെലങ്കാനയിൽ 17 സീറ്റ്, അവിടെ 3 സീറ്റാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയത്. അവിടെ നമ്മൾ അധികാരം പിടിച്ചില്ലേ? അവിടെ 17 നമ്മൾ ജയിക്കില്ലേ? ആന്ധ്രയിൽ 23 സീറ്റാണ്. ആ ആന്ധ്രയിൽ നമുക്കുള്ളത് 3 സീറ്റാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെ ശർമിള വന്നതോടുകൂടി ആന്ധ്രയിലെ മഹാഭൂരിപക്ഷം സീറ്റുകൾ നമ്മൾ ജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? സൗത്ത് ഇന്ത്യയിലെ മാത്രം കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. വടക്കേ ഇന്ത്യയിലെയും സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള UP 80 പാർലമെന്റ് സീറ്റാണ്. അവിടെ 62 സീറ്റാണ് കഴിഞ്ഞ തവണ BJP-ക്ക് കിട്ടിയത്. അവിടെ കഴിഞ്ഞ തവണ എല്ലാവരും വേറെ വേറെ നിന്നു. സമാജ്വാദി പാർട്ടി വേറെ, BSP വേറെ, കോൺഗ്രസ് വേറെ. രാഹുൽ ഗാന്ധി അടക്കം തോറ്റുപോയ തെരഞ്ഞെടുപ്പ്.
അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യമായില്ലേ? ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും സഖ്യമായില്ലേ? ഗോവയിൽ, ഹിമാചൽ പ്രദേശിൽ, വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുഴുവൻ, ബീഹാറിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റ് ബീഹാറിൽ. ആ ബീഹാറിൽ 42 സീറ്റ് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ബീഹാറിൽ ഒരു സീറ്റ്. അവിടെ നിതീഷ് കുമാറിനെതിരായി ജനവിധി എഴുതാൻ കാത്തിരിക്കാൻ ആൾക്കാർ. ഇന്ത്യയുടെ പാർലമെന്റിൽ 272 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയാണ് അധികാരത്തിൽ വരാൻ വേണ്ടത്. നിങ്ങൾ ഈ കണക്കൊക്കെ ഒന്ന് കൂട്ടി നോക്ക്. 272 അല്ല, 300 സീറ്റ് കിട്ടാൻ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രയാസവുമില്ല എന്ന് ഓരോ സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നില്ലേ? ഈ മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നില്ലേ? അദ്ദേഹത്തെ കളിയാക്കല്ലേ കേരളത്തിലെ CPM-കാർ? എന്നിട്ടും കശ്മീരിൽ നിന്ന്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക്, പിന്നെ മണിപ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് രാജ്യത്ത് മാറ്റം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പറയാറുണ്ട്, രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ വിശേഷ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്താറുള്ള കാലം വരാറുണ്ട്. ഒരു കാലം വരും, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തുന്ന ഒരു കാലം വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ CPM-കാരൻ ഞങ്ങൾ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾക്ക് ആരാ വോട്ട് ചെയ്യുക? CPM-കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ? ഈ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോട് നീതി കാണിച്ചിട്ടുണ്ടോ? ഇവിടെ പെൻഷന്റെ കാര്യം ബാക്കിയൊക്കെ പോട്ടെ, അതൊക്കെ ഞങ്ങൾ സാധാരണക്കാരുടെ കാര്യമല്ലേ, ഇത് പാവങ്ങളുടെ കാര്യമല്ലേ. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരന് നീതി കിട്ടിയിട്ടുണ്ടോ? ഇവിടെ കിടക്കുന്നില്ലേ ഒരാൾ ജീവശവമായി കിടക്കുന്ന സഖാവ് പുഷ്പൻ? എന്തിനാ സഖാവ് പുഷ്പൻ ജീവശവമായി കിടക്കുന്നത്? സോഷ്യൽ കോളേജിനെതിരെയുള്ള സമരത്തിന്റെ പേരിൽ വെടിയേറ്റിട്ടല്ലേ രാജീവും റോഷനും ശിബുലാലും ബാബുവും മധുവും ഈ ലോകത്തോട് വിട പറഞ്ഞത്? സോഷ്യൽ കോളേജിനെതിരെയുള്ള സമരത്തിന്റെ പേരിലല്ലേ? നിങ്ങൾ എന്താ തീരുമാനിച്ചത്? സോഷ്യൽ കോളേജിലെ വിദേശ സർവകലാശാല കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. എന്നിട്ട് ഗോവിന്ദ മാഷോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഉത്തരം. അല്ലെങ്കിൽ മൂപ്പര് പറയുന്ന വർത്താനം ആർക്കെങ്കിലും മനസ്സിലാവോ? മൂപ്പര് ഒരിക്കൽ പറയാണ്, ഒരു അദ്ദേഹത്തിന്റെ ജാഥയിൽ അദ്ദേഹം പറയാണ്, ഇവിടെ വന്ന നിങ്ങളല്ല യഥാർത്ഥത്തിലുള്ള നിങ്ങൾ, ഇവിടെ വന്ന നിങ്ങളും ഞങ്ങളും നിങ്ങളും എല്ലാം കൂടി ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മൾ. മുമ്പിലിരിക്കുന്ന ജാനു എടുത്തിട്ട് ചോദിക്കുകയാണ്, മനസ്സിലായെന്ന് ചോദിച്ചു. ജാനു എടുത്തി പറഞ്ഞു മനസ്സിലായി. അപ്പൊ അപ്പുറത്തുള്ള ജാനകി എടുത്ത് ചോദിക്കുക, എന്ത് മനസ്സിലായി? നമ്മക്കല്ല കുഴപ്പമൊന്നും മനസ്സിലായി. ഇപ്പൊ ഈ സ്വകാര്യ മേഖലയിലെ വിദേശ സർവകലാശാലകളെ കുറിച്ച് ചോദിച്ചപ്പോഴും അമ്മാതിരി വർത്താന പറഞ്ഞത്. ആ പുഷ്പന് നീതി കിട്ടാത്ത, നീതി കൊടുക്കാത്ത കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാട്ടിലെ സാധാരണ CPM-കാരന് നീതി കൊടുക്കോ? നീ ചോദിക്കട്ടെ, നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും വേണ്ടി നടന്ന ആളല്ലേ P. ജയരാജൻ? ആ P. ജയരാജനെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ പദവിയിൽ ശോഭന ജോർജ് ഇരുന്ന കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്താ ഒതുക്കാനുള്ള കാരണം? ജയരാജന്റെ പേരിൽ PJ ആർമി ഒരു പാട്ടിറക്കി എന്നല്ലേ? എന്നാ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പേരിൽ എത്ര പാട്ടിറക്കി? കാക്കയാണ്, പൂച്ചയാണ്, കഴുതയാണ്, കുതിരയാണെന്നൊക്കെ പറഞ്ഞ് പല പാട്ടും ഇറങ്ങിയില്ലേ? ഒരു കുഴപ്പമില്ല, കാരണം പാട്ടുപാടേണ്ടത് പിണറായി വിജയനെ കുറിച്ച് മാത്രമാണ്. പാർട്ടിക്ക് വേണ്ടി കൊല്ലാൻ നടന്ന P. ജയരാജന് കിട്ടാത്ത നീതി ഈ നാട്ടിലെ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടുമോ? ഇനി ഞാൻ ചോദിക്കട്ടെ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണന് നിങ്ങൾ നീതി കൊടുത്തോ? ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ കിടക്കുമ്പോ തന്റെ അവസാനത്തെ ആഗ്രഹമായി ഭാര്യ വിനോദിനി ബാലകൃഷ്ണനോട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എന്റെ സഖാക്കൾക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വെക്കണം. എന്റെ കർമ്മമണ്ഡലമാണ് അനന്തപുരി, തിരുവനന്തപുരം, അവിടെ കൊണ്ടുപോയി വെക്കണം. ഇത് പറഞ്ഞത് ലീഗല്ല, ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല, കോടിയേരിയുടെ പ്രിയതമ വിനോദിനി ബാലകൃഷ്ണനാണ്. കൊണ്ടുപോയി വെച്ചോ? നിങ്ങൾ കണ്ണൂരിൽ നിന്ന് നേരെ കൊണ്ടുവന്നു, ചെന്നൈയിൽ നിന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുവന്നു, പയ്യാമ്പലത്ത് പെട്ടെന്ന് സംസ്കാര ചടങ്ങ് നടത്തി. എന്തിനായിരുന്നു ഈ ധൃതി? എന്തേ നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാത്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും മക്കൾക്കും മരുമക്കൾക്കും അമേരിക്കയിലേക്ക് പോകേണ്ടത് തൊട്ടു പിറ്റേ ദിവസമാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോ, ടിക്കറ്റ് 2 ദിവസം മാറ്റിക്കൂടെ? ടിക്കറ്റ് 2 ദിവസം മാറ്റിയാൽ നിങ്ങളുടെ കീശയിൽ നിന്ന് പണം പോകോ? ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് ടിക്കറ്റിന്റെ പണം, അത് മാറ്റിയാലും അങ്ങനെ തന്നെയാ. എന്നിട്ടും എന്തേ നിങ്ങൾ ടിക്കറ്റും മാറ്റാത്തത്? മക്കൾക്ക് വിഷമാവും.
മരുമക്കൾക്ക് വിഷമാവും. കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹമല്ല പ്രശ്നം. മക്കളുടെ മുഖം ചുണിയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല. കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്റെ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർത്തോ സഖാവേ? എന്താ മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം? മന്ത്രിസ്ഥാന, 2 കണ്ണായ വകുപ്പ്, പൊതുമരാമത്ത്, ടൂറിസവും 2 മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ്. കൊടിയേരിയുടെ അവസാനത്തെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്ത സഖാവ് മരുമകന്റെ ആദ്യത്തെ ആഗ്രഹം തന്നെ സാധിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഗുണമുണ്ടായി. ഇവിടെ പെൻഷൻ കിട്ടുന്നില്ലല്ലോ, ശമ്പളം കിട്ടുന്നില്ലല്ലോ. അവസാനം ഇറങ്ങിയ ഉത്തരവ് നിങ്ങൾ നോക്ക്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ചാണകക്കൂടിക്ക് 3,76,000 രൂപ. ഞാൻ ആ ഉത്തരവെടുത്ത് പരിശോധിച്ച് നോക്കി അവസാനിപ്പിക്കുകയാണ്. ആ ഉത്തരവിന്റെ അടിയിൽ ഒപ്പുവെച്ചത് പൊതുമരാമത്ത് മന്ത്രിയാ, പൊതുമരാമത്ത് വകുപ്പാ. മരുമോൻ അമ്മായിക്ക് കൊടുക്കുക, അമ്മായി മരുമോന് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞാൽ രാത്രിയിൽ മരുമകൻ വീട്ടിൽ റൂമിൽ കയറിയിട്ട് നിൽക്കുമ്പോൾ അമ്മായി വരും എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അമ്മ, എന്നിട്ട് ഒരു വാച്ച് കെട്ടിക്കൊടുക്കും. അപ്പൊ മരുമകൻ എന്ത് ചെയ്യും? അങ്ങോട്ട് ഒരു മോതിരം കൊടുക്കും. അതൊക്കെ ഇപ്പൊ എടുക്കപ്പെട്ടു പോയി. ഇവിടെ അമ്മായി മരുമകന് കൊടുത്തത് 2 മന്ത്രിസ്ഥാനം, മരുമോൻ അമ്മായി കൊടുത്തത് ചാണകക്കുഴി. 3,76,000 രൂപ ചാണകക്കുഴി, 45 ലക്ഷം രൂപന്റെ കാലിത്തൊഴുത്ത്, ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പശുക്കൾ. ഇതെല്ലാം എന്തിനാണ്? 4 ലിറ്റർ പാലിന് വേണ്ടിയിട്ടല്ലേ? കേരളം ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് 4 ലിറ്റർ പാല് വാങ്ങിയാൽ പോരെ? അത് വാങ്ങാൻ ആ കെട്ടി ജലീലിനൊക്കെ ഏൽപ്പിച്ച് അയാൾ എല്ലാ ദിവസവും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അയാൾ ഒരു പണിയില്ലാതെ നിൽക്കുകയാണ്. ആകെയുള്ള പണി ഓണത്തിന് തൂക്കുപാത്രമായിട്ട് പോവുക, എന്നിട്ട് ഓണത്തിന് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് പായസം വാങ്ങി തിരിച്ചു പോവുക. അങ്ങോട്ട് പോകുന്ന സമയം ഏതായാലും ഇത് കാലിപ്പാത്രമാണ്, അതിൽ പാലും ഉണ്ടായ പോരെ? അപ്പൊ തന്നെ 1 കോടിയോളം രൂപ കേരളത്തിന് ലാഭം ഉണ്ടാവും. ഈ സർക്കാരിനെ താഴിറക്കണ്ട പ്രിയപ്പെട്ടവരെ. ഈ നാട് കട്ടുമുടിക്കുന്നവരെ, ഒരു കുടുംബം മുഴുവൻ ഈ നാട് കട്ടുമുടിക്കുമ്പോ, അഴിമതി നടത്തുമ്പോ, ഇവിടെ RC ബുക്കിനും ലൈസൻസിനും ഒക്കെ അപേക്ഷ കൊടുത്തിട്ട് പൈസ അടച്ചിട്ട് കാത്തു നിൽക്കാൻ. ഇന്ന് രാവിലെയും എന്നോട് ഒരാൾ പറഞ്ഞു, കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് അടച്ചു, കിട്ടുന്നില്ലേ സാധനം. നിങ്ങൾ ഈ കടയിലൊക്കെ കയറി സ്റ്റാമ്പ് പേപ്പർ ചോദിക്കുക. സ്റ്റാമ്പ് പേപ്പർ 50 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ ഇല്ല, 100 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ ഇല്ല, 500 രൂപ, 50 രൂപന്റെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നവനും 500 രൂപന്റെ വാങ്ങണം. എങ്ങനെയെങ്കിലും ഊറ്റിയെടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന്. ഈ ഊറ്റിയെടുക്കുന്ന ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോ അവന്റെ കാല് പിടിച്ചു വലിച്ച് അവന്റെ നെറുന്തല കടിക്കാനുള്ള അവസരമാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്കരനായ സുധാകരനെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നിങ്ങൾ വിജയിപ്പിക്കുക. അഭിവാദ്യങ്ങൾ. ജയ് യു ഡി എഫ്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ സുധാകരൻ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേർ വിവരം ഇവിടെ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് വായിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കും. പ്രിയമുള്ള സഹപ്രവർത്തകരെ, നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് പരിപാടികൾ അവസാനിപ്പിക്കാവുന്നതാണ്. ഏറെ ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് സംസാരിക്കാനുണ്ട്. നമുക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. അതുകൊണ്ട് പ്രിയമുള്ള സഹപ്രവർത്തകർ, അങ്ങ് ദൂരെ നിന്ന് വന്നിരിക്കുന്നതാണെന്ന് അറിയാം, എന്നാലും പ്രത്യേകം ഒന്ന് ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കണ്ണൂർ പാർലമെന്റ് ഇലക്ഷൻ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരികൾ അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, സണ്ണി ജോസഫ് MLA, സജി ജോസഫ് MLA, P. കുഞ്ഞുമുഹമ്മദ് സാഹിബ്, CA അജീർ, VA നാരായണൻ, PT മാത്യു, AD മുസ്തഫ, ഇല്ലിക്കൽ അഗസ്തി, അഡ്വക്കേറ്റ് KA ഫിലിപ്പ്, ചെയർമാൻ അബ്ദുറഹ്മാൻ കല്ലായി, വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരി, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, ട്രഷറർ ചീഫ് ഇലക്ഷൻ ഏജന്റ് അഡ്വക്കേറ്റ് TO മോഹന്, വൈസ് ചെയർമാൻമാർ ചന്ദ്രൻ തിലങ്കേരി, KV ഫിലോമിന, KC വിജയൻ, റജിൽ മാക്കുറ്റി, KC മുഹമ്മദ് ഫൈസൽ, മുഹമ്മദ് ബ്ലാത്തൂർ, K. പ്രമോദ്, PC ഷാജി, കൊയ്യൻ ജനാർദ്ദനൻ, രജനി രാമാനന്ദ്, അമൃത രാമകൃഷ്ണൻ, ലിസി ജോസഫ്, NP ശ്രീധരൻ, NP രാജീവൻ അളിയാവൂർ, VP അബ്ദുൾ റഷീദ്, ചാക്കോ പാലക്കലോടി, VV പുരുഷോത്തൻ, P. ഇന്ദിര,
അഡ്വക്കേറ്റ് എസ് മുഹമ്മദ്, വി പി വമ്പൻ, കെ പി താഹിർ, ടി എ തങ്ങൾ, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, ഇബ്രാഹിം മുണ്ടേരി, മുസ്ലിം മഠത്തിൽ, പി സുനിൽകുമാർ, സി വി ഗോപിനാഥ്, മാണിക്കര ഗോവിന്ദൻ, എ കൃഷ്ണൻ, വി മോഹനൻ, ജോൺസൺ പി തോമസ്, റോജർ സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോർജ് കാനാട്ട്, വത്സൻ അത്തിക്കൽ, ജോസ് ചുക്കനാനി, ശ്രീ ടി മനോജ്, രാഹുലൻ, എ കെ സജി, എം സതീഷ് കുമാർ, കെ വി കൃഷ്ണൻ, അഷ്റഫ് പറവൂർ, കെ വി സലീം. കൺവീനർമാർ ജയകൃഷ്ണൻ ടി, റഷീദ് ഗവായ്, ബേബി തോലാനി, ജനാർദ്ദനൻ പി കെ, ബെന്നി തോമസ്, മോഹനൻ സി, സുരേഷ് ബാബു ഇളയാവൂർ, എ ഡി സാബു, സി വി സന്തോഷ്, കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, പി സി രാമകൃഷ്ണൻ, കട്ടേരി നാരായണൻ, കെ പി ഗംഗാധരൻ, എം കെ മോഹനൻ, രാജീവൻ പാലുണ്ട, തോമസ് വക്കത്താന, രേത്ത് നാറാത്ത്, ജേസൺ കാരക്കാട്ട്, എം പി വേലായൻ, ഇ ടി രാജീവൻ, പി മാധവൻ മാസ്റ്റർ, എൻ രാമകൃഷ്ണൻ, ടി ജനാർദ്ദനൻ, ബിജു ഉമ്മർ, കണ്ടോത്ത് ഗോപി, ജോജി വർഗീസ് വട്ടോളി, വി ആർ ഭാസ്കരൻ, ബിജു പുളിയന്തട്ടി, പി ലളിത, സി ടി ഗിരിജ, മനോജ് കുവേരി, കെ വേലായുധൻ, ബജു വർഗീസ്, വി ടി തോമസ്, കെ സി ഗണേശൻ, ഇ ആർ വിനോദ്, സാജു യോമസ്, ഡെയ്സി മാണി, സുമാ ബാലകൃഷ്ണൻ, എം സി ശ്രീജ മഠത്തിൽ, വിജിൽ മോഹനൻ, എം സി അതുൽ, ജോർജ് ജോസഫ് പ്ലാത്തോട്ടം, ജോസ് പൂമല, വിജയൻ കുട്ടിനേത്ത്, മധു എരമൻ, കെ ആർ ഖാദർ, സുദീപ് ജെയിംസ്, അൻസാരി തിലങ്കേരി, സി കെ മുഹമ്മദ്, അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് മുഹമ്മദ് അള്ളാകുളം, എൻ കെ റഫീഖ്, പി കെ സുബീർ, വി കെ അഹമ്മദ്, സാജിദ ടീച്ചർ, സി സീനത്ത്, റോഷ്നി ഖാലിദ്, നസീർ നെല്ലൂർ, പി സി നസീർ പുറത്തിൽ, റംഷാദ് കെ പി, എം എ കരീം, ആലിക്കുഞ്ഞി പന്നിയൂർ, അഡ്വക്കേറ്റ് മുഹമ്മദ് മണിയൂർ, പി പി മുഹമ്മദ്, വി പി സി പി വി അബ്ദുള്ള, യു പി അബ്ദുൾ റഹ്മാൻ, കെ പ്രകാശൻ പർമേൽ, കെ വി സലീം, കെ രവീന്ദ്രൻ, കാരിച്ചി ശശീന്ദ്രൻ, വി എൻ അഷർ, പാച്ചേനി ലക്ഷ്മണൻ, സുനിൽ കെ ജോസഫ്, എൻ സി പ്രമോദ്, എ കെ ബാലകൃഷ്ണൻ, കാഞ്ചന മാച്ചേരി, എ പി രാഘവൻ, രത്നകുമാർ വൈദ്യർ, കെ രാജൻ, തോമസ് വാഴക്കാല, കൃഷ്ണകുമാർ സി, കെ രഘുനാഥ്, സി രജീഷ്, എം കെ ഗണേശൻ, സി ഡി ജോൺ ജോസഫ്, ടെൻസൺ ജോർജ്, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോസഫ്, തോമസ് തയ്യൽ, മാത്തുക്കുട്ടി പന്തപ്ലാക്കൽ, കെ വി വർഗീസ്, എസ് കെ മാണി, പി ടി ബിജു, വി എം സെബാസ്റ്റ്യൻ, എൻ കെ സജി, എൻ കെ ഫ്രാൻസിസ്, ടി പി മോഹനൻ, കെ ദാസൻ പാലിപ്പള്ളി, മൈക്കൽ തോമസ്, അബ്ദുൽ ഖാദർ, സി വി സിദ്ദിഖ് വാഴയിൽ. എക്സിക്യൂട്ടീവ് മെമ്പർമാർ സരസ്വതി പി കെ, കെ പി ശശിധരൻ, ബിജു ഉമ്മർ, കുക്കരി രാജേഷ്, രാഹുൽ കായക്കോൽ, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത്, കെ വി ജയരാജൻ, കെ എസ് സുരേന്ദ്രൻ, സുരേഷ് മാവില, കാഞ്ഞിരോളി രാഘവൻ, ജൂബിലി ചാക്കോ, പി എ നസീർ, ജോസഫ് ആന്ധ്രത്തോപ്പിൽ, ജോസ് വട്ടമല്ല, അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ, രവീന്ദ്രൻ, എം പി ശിവദാസൻ, കെ എം അജിത്ത്, ടി കെ കല്ലിക്കോടൻ, രാകേഷ്, സുധീഷ് മുണ്ടേരി, പുതുക്കുടി ശ്രീധരൻ, ജയരാജൻ മാസ്റ്റർ, കെ കെ സുരേഷ് ചാലാർത്ത്, തോമസ് വർഗീസ്, അഡ്വക്കേറ്റ് ടി എ ജസ്റ്റിൻ, ദേവസ്യ പാലപ്പുറം, മാധവൻ മാസ്റ്റർ, എം ഒ, സി എം ഗോപിനാഥ്, ബാബു മാസ്റ്റർ, നസീമ ഖാദർ, ടി സി പ്രിയ, രാഹുൽ വെച്ചോട്ട്, പി മുഹമ്മദ് ഷമാസ്, ഷർഹാൻ മുണ്ടേരി, ഫറൂഖ് വട്ടപ്പയിൽ, പി വി അബ്ദുള്ള മാസ്റ്റർ, പി ടി എ കോയ മാസ്റ്റർ, ഇബ്രാഹിം കുട്ടി, കെ പി മുഹമ്മദ് അലി മാസ്റ്റർ, ഇ പി ശംസുദ്ദീൻ, എം എം മജീദ്, സി സമീർ, സി പി റഷീദ്, ടി എൻ എ ഖാദർ, മുസ്തഫ കൊടിയബയിൽ, ഷക്കീർ മൂവഞ്ചേരി, പി കെ കുട്ടിയാലി, ഉവൽ ഹംസ, ശ്രീജിത്ത് അമ്പൻ, കെ രാധാകൃഷ്ണൻ, എൻ പ്രസീതൻ, പി കുമാരൻ, കെ സന്തോഷ്, കെ ജയശ്രീ, സി പി ശംസുദ്ദീൻ, സി പി നാരായണൻ, ബാബു സി, കെ ഭാസ്കരൻ, എ സുധാകരൻ, കെ ഉഷ, ടി കെ രാജീവൻ, വി പത്മനാഭൻ, ഉമേഷ് കൊടിയത്ത്, കെ ശൈലജ, സജോഷ്, പി വി നാരായണൻ, സിന്ധു, കെ നൂർജഹാൻ സുബേർ, കെ കൃഷ്ണൻ, തങ്കമണി, വി ഷാജി, കെ അരവിന്ദാശൻ, പി എ രക്തമണി, പി വി വിജിത് കുമാർ, നിതീഷ് തില്ലങ്കേരി, പ്രമോദ് മട്ടന്നൂർ, വിനയൻ ചാല, രാധാകൃഷ്ണൻ, പ്രകാശൻ ടി, ജോജിത് എം, റഷീദ് നെടുവനാട്, മേരി ജോസ്, അഡ്വക്കേറ്റ് മധുസൂദനൻ തുടങ്ങിയവരെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ഈ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മെമ്പർമാരായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മണ്ഡലം കൺവെൻഷൻ, നമ്മൾ നിയോജകമണ്ഡലം കൺവെൻഷനുകൾ ഏകദേശം നമ്മൾ ധാരണയായിട്ടുണ്ട്. എല്ലാവരുമായി നിയോജകമണ്ഡലത്തിലെ കൺവീനർമാരും ചെയർമാന്മാരുമായി സംസാരിച്ച് ഏകദേശം നമ്മളെടുത്ത ഒരു ഏകദേശമല്ല നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അഴീക്കോട് 13-ാം തീയതി, വളപട്ടണം വെച്ചാണ് 13-ാം തീയതി, ഇഫ്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് 13-ാം തീയതി. ഇവിടെയുള്ള അഴീക്കോട് നിയോജകമണ്ഡലത്തിൽ വന്നിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണൂരിൽ സമയം 3 മണി. കണ്ണൂര് 14-ാം തീയതി 2 മണിക്ക് ജവഹർ ഓഡിറ്റോറിയം. 14-ാം തീയതി 2 മണിക്കാണ് കണ്ണൂരിൽ.
14-ാം തീയതി തന്നെയാണ് തളിപ്പറമ്പിൽ വ്യാപാര ഭവൻ, ചിറവക്കലുള്ള വ്യാപാര ഭവനിലാണ് തളിപ്പറമ്പ്. അത് 3 മണിയാണ് വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ടൈമുകളൊക്കെ നോമ്പിന്റെ കാലമായതുകൊണ്ട് നമ്മൾ പറഞ്ഞ ടൈമൊക്കെ കൃത്യമായി തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ 15-ാം തീയതി മട്ടന്നൂര് 15-ാം തീയതി 3 മണി, അതുപോലെ ധർമ്മടം 15-ാം തീയതി 4 മണി. ധർമ്മടത്ത് ഗോകുലം ഓഡിറ്റോറിയമാണ്. മട്ടന്നൂരിലെ മട്ടന്നൂര് ടൗൺ സ്ക്വയർ ജുമാ മസ്ജിദ് പരിസരം. 16-ാം തീയതി ഇരിക്കൂറും പേരാവൂരുമാണ് വെച്ചിരിക്കുന്നത്. ഇരിക്കൂറിൽ കൃത്യം 2:30 മണിക്ക് കമ്മ്യൂണിറ്റി ഹാൾ ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളാണ് ഇരിക്കൂർ. 16-ാം തീയതി 2 മണി. 16-ാം തീയതി തന്നെയാണ് പേരാവൂരിൽ 3 മണിക്ക്, പേരാവൂര് ഇരിട്ടി ഫാൽക്കൺ ബാസയിൽ 3 മണി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നോമ്പിന്റെ സമയമായതുകൊണ്ട് ഈ പറഞ്ഞ ടൈമുകൾ സ്ഥാനാർത്ഥിക്ക് കൃത്യമായി എത്തിച്ചേരേണ്ടതുണ്ട്. 2 സ്ഥലങ്ങളിലും എല്ലാ ദിവസവും അഴീക്കോട് 13-ാം തീയതി ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 3 ദിവസവും 2 പരിപാടികൾ ഉള്ളത് കൊണ്ട് സ്ഥാനാർത്ഥിക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആ പറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. 5 മണിയോടുകൂടി നമുക്ക് ആ കൺവെൻഷൻ അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ടൈം എല്ലാവരും കൃത്യമായി ഉൾക്കൊള്ളണം. അതനുസരിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ കമ്മിറ്റി എല്ലാവർക്കും ഉൾക്കൊണ്ടുവെങ്കിൽ ഇത് നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ്. അത് ഉൾക്കൊണ്ടുപോയി കൈയടിച്ച് പാസ്സാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി, നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി, ഉപസംഹരിച്ച് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, നമ്മൾ പറയുന്ന പോലെ നമ്മൾ എപ്പോൾ വിളിച്ചാലും വെളിപ്പുറത്തുള്ള ഏത് വിഷയങ്ങളിലും ഏത് പ്രശ്നങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ ഏറെ ബഹുമാന്യനായ കെ സുധാകരൻ, KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരൻ MP അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാർക്ക് ചെയ്തു. യെസ്. പിന്നെ ഞാൻ ഇവിടുന്ന് വിളിക്കൂ. മുദ്രാവാക്യം നിർത്തൂ. നമ്മളിത് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെയാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് തല കമ്മിറ്റികൾ നമ്മൾ 16 കഴിഞ്ഞാൽ 18-ാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് തല കമ്മിറ്റികളും 20-ാം തീയതിക്കുള്ളിൽ 20 തീയതിയോടുകൂടി ബൂത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളും രൂപീകരിക്കണമെന്നാണ് നമ്മൾ ജില്ലാ ലെവലിലിരുന്ന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതുപടി നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേദിയിലെ നേതാക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഗംഭീരമായ 2-3 പ്രസംഗങ്ങൾ ഒരുപക്ഷെ സമീപ ഭാവിയിലൊക്കെ ഞാൻ വളരെ വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ ശ്രദ്ധിച്ച 2 പ്രസംഗങ്ങളാണ് ഇവിടെ നടന്നത്. നിങ്ങൾ കേട്ട് കാണും. എല്ലാ രാഷ്ട്രീയവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു രാഷ്ട്രീയ പ്രസംഗം ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും 2 വാക്ക് പറയാതെ പോയാൽ നിങ്ങൾ കരുതൂല്ലേ എന്താ സംസാരിക്കാതെ പോയെന്ന്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദിവസങ്ങളെ ഇനിയുള്ളൂ. പ്രഖ്യാപനം അടുത്ത ദിവസം ഉണ്ടാകും. പക്ഷെ അതിനു മുമ്പ് സജ്ജമാകേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും നമുക്ക് കടന്നു പോകണം. പഴയകാല പ്രവർത്തന ശൈലി പോരാ. ഇക്കുറി നമുക്കൊരു പുതുമ വേണം. എല്ലാ വീടുകളിലും കയറി കാലിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ അമ്മമാരോടും സഹോദരന്മാരോടും പറയണം. എന്തുകൊണ്ട് UDFന് വോട്ട് ചെയ്യണം, എന്തുകൊണ്ട് UDF ജയിക്കണം, എന്തുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യയിൽ ജയിക്കണം, അതിൻ്റെ ആധികാരികമായ വസ്തുക്കൾ ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്തിരി സമയം വീടുകളിൽ ചെലവഴിക്കണം. വീടുകളിൽ പോയിരുന്നാൽ നിങ്ങൾ കത്ത് പോലായിലിട്ട് പോകുന്നത് നിർത്തി കത്ത് കയ്യിൽ കൊടുത്ത് ഒപ്പരമിരുന്ന് ഇത്തിരി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി
അവരെ കോൺഗ്രസിൻ്റെ ഒരു ജിഹ്വയാക്കി മാറ്റിയെടുത്ത് ഈ വീടുകളിലെ ഈ ഗൃഹസന്ദർശനം ഒരു വൻ വിജയമാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് സാധിക്കണമെന്ന് ഞാൻ സ്നേഹപുരസരം പറയുകയാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് കേരളത്തിൽ. പിണറായി വിജയൻ ഭരിക്കുന്ന കൊച്ചു കേരളത്തിൽ പ്രശ്നങ്ങളുണ്ട്, മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ജനങ്ങളോട് പറയണ്ടേ? ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നമ്മുടെ എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ ആ തോൽപ്പിക്കേണ്ടതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് അതിന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. അത് നികത്താനും തിരുത്താനും സാധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്, UDF ആണ് എന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങളിൽ ഓരോരാളിൻ്റെയും ഉത്തരവാദിത്വം എന്ന് ഞാൻ പറയാണ്. എല്ലാവരും ഭംഗിയായി ഇവിടെ ഇരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ കയ്യടിക്ക് ശക്തിയേ ഇല്ല. നേരത്തെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഓരോ തരത്തിലും ശ്രദ്ധിക്കുമ്പോൾ കയ്യടിക്ക് എന്തോ ഒരു കരുത്തില്ലാത്ത പോലെയുണ്ട്. എന്ത് കരുത്ത് പോയോ? ഒന്ന് ആഞ്ഞടിച്ചട്ടെ എല്ലാവരും. ഞങ്ങള് ഈ നമ്മളെ സമരാഗ്നി നമ്മൾ നടത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ അതിൻ്റെ നേരെ ജാഥയ്ക്ക് മുമ്പിൽ ഞങ്ങളൊരു ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. ആ ജനസമ്പർക്ക പരിപാടിയിൽ 100 കണക്കിന് ആളുകൾ, പാവങ്ങൾ, കഷ്ടപ്പെടുന്നവർ, പിണറായി വിജയനെ പോലത്തെ ജനസമ്പർക്കമല്ല, പിണറായി വിജയന്റെ ലക്ഷക്കാരും ബിസിനസ്സുകാരുമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടിയല്ലേ. അപ്പം ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനുമുള്ള ഒരു ജനസമ്പർക്ക പരിപാടി നമ്മൾ നടത്തിയിരുന്നു. സത്യത്തിൽ അന്ന് ഞാനും സതീശനും എന്നോടൊപ്പമുള്ള നേതാക്കന്മാരും ഒക്കെ കണ്ണുനീർ വരാത്ത ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത്ര ദുഃഖകരമായ പരിതാപകരമായ കഷ്ടതരമായ പ്രശ്നങ്ങളാണ് ഓരോ കുടുംബവും ഓരോ വ്യക്തിയും വന്ന് ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞു പോകുന്നത്. ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? ഈ സംസ്ഥാനത്ത് ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് ഞങ്ങൾക്കന്ന് ബോധ്യപ്പെട്ടു. ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഏതെങ്കിലും തലത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഈ കേരളത്തിൽ ഏത് വിഭാഗത്തിൽ? പോലീസിലുണ്ടോ? ഉദ്യോഗസ്ഥ വർഗത്തിലുണ്ടോ? ഞാൻ ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത് ഈ കേരളത്തിൽ? നമ്മുടെ ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി കണ്ടില്ലേ? എന്താണ് സിദ്ധാർത്ഥ്? കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുമോ ഇത്? ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഏറ്റവും സൽസ്വഭാവിയായ ആ സ്കൂളിലെ ഏറ്റവും നല്ല പേര് കേട്ട ആ കൊച്ചു പയ്യനെ അവനെ 3 ദിവസം തുടർച്ചയായി അടിച്ച് ഇടിച്ച് വെട്ടി അദ്ദേഹത്തിന്റെ താഴെയിട്ട് വീണെടുത്ത് മൂത്രമൊഴിച്ചു കൊടുത്ത് മൂത്രം നക്കിച്ച് എന്നിട്ട് കെട്ടിത്തൂക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഇതേത് നാട്? ഇത് മനുഷ്യൻ ജീവിക്കുന്ന നാടാണോ? കാട്ടുമൃഗം ജീവിക്കുന്ന നാടാണോ എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ആളുകളെ നമ്മളത് ബോധ്യപ്പെടുത്തണ്ടേ? ആരായി ചെയ്തത്? ഭരണാധികാരികളുടെ എല്ലാ പിന്തുണയുമുള്ള SFIയുടെ ഗുണ്ടകൾ, ക്രിമിനലുകൾ, തെമ്മാടികൾ, തെറ്റികൾ അവരാണ് ചെയ്യുന്നത്. അവരുടെ കയ്യിലാണ് ഈ നാടെന്നർത്ഥം. പോലീസുകാർ നിഷ്ക്രിയരാണ്. പോലീസുകാർ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, അവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ സംഭവം നമുക്കറിയാം. 3 പെൺകുട്ടികൾ, 9 വയസ്സ്, 16 വയസ്സ്, 5 വയസ്സ്, ഈ വാളയാറും വണ്ടിപ്പെരിയാറും 2 വീടുകളിലായിട്ട് ആ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കി. കേസുണ്ടോ? പോലീസ് കേസെടുത്തോ? ജനമിളകി. അപ്പൊ കേസെടുത്തു. ആ കേസിലും അവർ ഒഴിവാകുന്ന രീതിയിലുള്ള കേസെടുത്തു. കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോകേണ്ടി വന്നു നാട്ടുകാർക്കും ജനങ്ങൾക്കും. ഇതെന്ത് നാടാണ്? ഇവിടെ എന്താണ് നിയമം? പോലീസുകാരുടെ പണി എന്താണ്? പോലീസുകാരുടെ പ്രവർത്തന ഡ്യൂട്ടി എന്താണ്? എവിടെയാണ് പോലീസ്? എവിടെയാണ് നീതി? എവിടെയാണ് ന്യായം? പറയണം നിങ്ങൾ. അങ്ങനെ ഒരു സർക്കാർ, കാടന്മാർ പോലും ഭരിക്കാത്ത ഒരു നാട്, അങ്ങനെ ഒരു നാടിന്റെ അകത്ത് ഈ ഭരണമാറ്റം അനിവാര്യമെന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ നിങ്ങൾ മെനക്കെടണം. നിങ്ങളത് വീട് തോറും കയറി പറയണം. എല്ലാ കുടുംബത്തിലെ സ്ത്രീകളോടും പുരുഷന്മാരോടും ആ കഥ പറഞ്ഞു പോകണം. ഇതാണ് കേരളം എന്നവരെ ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോ, BJPയെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്ത് മതേതരത്വം തകരുന്നു, മതേതരത്വത്തിന്റെ പോറലേൽക്കുന്നു, മതേതരത്വം ക്ഷയിക്കുന്നു. ആ ക്ഷയിക്കുന്നതിന്റെ പിറകിൽ
ഇന്ത്യ ഭരിക്കുന്ന ഭരണകക്ഷിയാണ്, പ്രധാനമന്ത്രിയാണ് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണ്ടേ? മണിപ്പൂർ നമ്മളെ മുമ്പിലില്ലേ? എന്താ മണിപ്പൂർ? മണിപ്പൂരിലെ എത്ര ആളുകളെയാണ് വെട്ടിക്കൊന്നത്, വെടിവെച്ച് കൊന്നത്? ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകളെ, 800 ചില്ലാനം ആളുകളെ വെട്ടിക്കൊന്ന്, വെടിവെച്ച് കൊന്ന് അവരുടെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ച് ആ രാജ്യത്ത് അരാജകത്വമുണ്ടാക്കി. ഒരു BJPയുടെ മന്ത്രി, ഒരു BJPയുടെ MP, ഒരു BJPയുടെ പ്രവർത്തകൻ, ഒരു BJPയുടെ നേതാവ് ആ മണിപ്പൂരിൽ പോയോ? കൊല്ലപ്പെട്ടവരെ കണ്ടോ? കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ കണ്ടോ? പറ്റിപ്പോയി, പാടില്ലായിരുന്നു എന്ന് പറയാൻ ഒരു BJPക്കാരന്റെ നാവ് പൊങ്ങിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഇന്ത്യയുടെ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ നാവ് പോലും പൊങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് പ്രധാനമന്ത്രിയാണ്? ഇവിടെ എന്ത് ഭരണമാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് ഇവിടെ ഭരണം വേണോ, ജനാധിപത്യം വേണോ, മതേതരത്വം വേണോ? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ ഊട്ടാനും വളർത്താനും വളർത്തിയെടുക്കാനുമുള്ള ജന്മാവകാശം ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ വേണമോ? കേരളത്തിൽ വേണമോ? ഇവിടെ UDF ജയിക്കണം, കോൺഗ്രസ് ജയിക്കണം, അതിന് വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് രാജ്യത്തെ വോട്ടർമാരെ പ്രബുദ്ധതയാക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു മാറ്റം. തളിപ്പറമ്പ് നിയോജക മണ്ഡലം കൺവെൻഷൻ അന്ന് നേരത്തെ നിശ്ചയിച്ച തീയതിക്ക് 2 മണിക്ക് നടക്കും. ഈ കൺവെൻഷന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി UDFന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ CA അജീറിനെ ക്ഷണിക്കും. ഒരു കാര്യം കൂടെ, ഒരൊറ്റ കാര്യം. ഞാനിപ്പോൾ സംസാരിച്ച വിഷയവുമായി ഏതാണ്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതായി നരേന്ദ്രമോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. പോലെ ഒരു മിനിറ്റ് കേട്ടിട്ട് പോകാം. ഓക്കെ, ചാനൽ റെഡി? യെസ്. പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതായി നരേന്ദ്രമോദി ഇപ്പോൾ അറിയിച്ചു. ഇന്ത്യ മുന്നണി വരുന്നതോടെ ആ ബിൽ അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒരു കാരണവശാലും മനുഷ്യരെ വേർതിരിക്കുന്ന ഇത്തരം ബിൽ നടപ്പിലാക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഒരു തുള്ളി രക്തമുണ്ടെങ്കിൽ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം. ജനത്തെ കൊണ്ട് അത് ഏറ്റു പറയിപ്പിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. താങ്ക് യു. മാന്യരെ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ എത്തിച്ചേർന്ന മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച അബ്ദുൽ കരീം ചലേരി, PT മാത്യു, ഫിറോസ് തുടങ്ങിയിട്ടുള്ള ഇവിടെ സംസാരിച്ചുള്ള എല്ലാ നേതാക്കന്മാരും സ്റ്റാമിനതരായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും UDFന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.